ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 മാത്സിലെ 11th ചാപ്റ്ററായ ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ ഹൗ മച്ച് ഇൻ എ ബാഗ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ബോട്ടിൽ എത്ര കൊള്ളും, അതുപോലെ സഞ്ചിയിൽ എത്ര കൊള്ളും എന്നുള്ളതാണല്ലേ. അപ്പോൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ബോട്ടിൽ എന്താ സാധാരണ നമ്മൾ ഒഴിക്കൽ, നല്ല വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ബോട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക സാധാരണ നമ്മളാക്കൽ? പാല്, വെളിച്ചെണ്ണ, വെള്ളം, അങ്ങനത്തെ ഈ ലിക്വിഡ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ബോട്ടിൽ നമ്മൾ ഒഴിക്കാറുള്ളത് അല്ലേ. പിന്നെ അതുപോലെ ബാഗിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇതാക്കൽ? അരി, പിന്നെന്താണ് അങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ. അതായത് അരി ഉണ്ടാവും, പിന്നെന്താ പഞ്ചസാര, ചായപ്പൊടി, പിന്നെന്താ പുസ്തകം, ബോക്സ്, പിന്നെന്താ വീട്ടിലത്തെ സാധനങ്ങൾ തന്നെ. ഇത് അടുക്കളയിലുള്ള പല ഐറ്റംസുകളൊക്കെ എന്താ നമ്മൾ സഞ്ചിയിലാണ് വെക്കുക അല്ലേ. ലിക്വിഡ് അല്ലാത്ത ഐറ്റംസൊക്കെ എന്താണ് നമ്മൾ സഞ്ചിയിലാണ് വെക്കുക അല്ലേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എക്സെട്ര. ഓക്കെ, ഇത് നോക്കാം. ഇവിടെ നോക്കുക. ഇനി ഇവർ കുപ്പിയിൽ കളിക്കുകയാണ് അല്ലേ. വെള്ളം പാസ് ചെയ്ത് കളിക്കുക അല്ലേ. ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വെള്ളം എന്താക്കുകയാണ്, പാസ് ചെയ്ത് ഒരു കുപ്പിയിൽ നിറയ്ക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ടർ റിലേയാണ് അല്ലേ. സീ ദ പിക്ചർ ഓൺ പേജ് 159. ഇതാണ് 159 ചിത്രം അല്ലേ. അത് കണ്ടില്ലേ. ലെറ്റസ് ഓൾസോ പ്ലേ ദിസ് ഗെയിം. നമുക്ക് ആ ഗെയിം കളിക്കുക. ദ ഗ്രൂപ്പ് വിച്ച് വൺ, ഏത് ഗ്രൂപ്പാണ് ഇടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലജൂസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം ഇൻ ഗ്രൂപ്പ്സ്. ലജുവിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഗ്രൂപ്പായി കളിച്ച ഒരു കളിയാണിത് അല്ലേ. വാട്ടർ കളക്റ്റഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് വാസ് poured into glasses. സീ ദ പിക്ചർ. അപ്പം ഇവർ കളിച്ചപ്പോൾ അവരൊരു കുപ്പിയിൽ നിറച്ചില്ലേ. ആ കുപ്പിയിലുള്ളത് എന്താക്കി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ച് അത് വെള്ളം കളക്ട് ചെയ്തു. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കി കളക്ട് ചെയ്തു അല്ലേ. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സീ ദ പിക്ചർ നോക്കൂ. ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 അല്ലേ. അപ്പോൾ വിച്ച് ഗ്രൂപ്പ് ഓഫ് ലജൂസ് ക്ലാസ് 1, ഏത് ഗ്രൂപ്പാണ് ലജുവിൻ്റെ ക്ലാസ്സിലുള്ള ഏത് ഗ്രൂപ്പാണ് വിജയിച്ചത്? കൂടുതലുള്ള ആരുതാണ് നോക്കൂ, ഗ്രൂപ്പ് 5 അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 5 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക അവിടെ ഗ്രൂപ്പ് 5 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 5 അല്ലേ. ഇവിടെ ഗ്രൂപ്പ് 5 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് വാട്ടർ ബെല്ലാണ് കേട്ടോ. ഡിഡിൻ യു ഹിയർ ദ വാട്ടർ ബെൽ? എവറി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ. നിങ്ങളെല്ലാവരും കേട്ടില്ലേ വാട്ടർ ബെൽ അടിക്കുന്നത്? എല്ലാവരും എന്താക്കുക, കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ. നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇനി എന്താക്കുക, വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുക. നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇനി വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാനാണ് ടീച്ചർ പറയുന്നത് അല്ലേ. വാട്ടർ ബെൽ കേട്ടല്ലോ, എല്ലാവരും വെള്ളം കുടിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത്. ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക അല്ലേ. ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ഗ്ലാസ് വെള്ളം നിറയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹുസ് വാട്ടർ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിൽ ആരുതാന്നാണ് ചോദിച്ചത് നിങ്ങളുടെ ക്ലാസ്സിൽ. അതുപോലെ ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്, എത്ര ഗ്ലാസ് വെള്ളം അതിൽ കൊള്ളുന്നതാണ് ചോദിച്ചത്. ഓക്കെ, ദെൻ നോക്കൂ ഹൗ മച്ച് ഇൻ ദ ബോട്ടിൽ. ഇനി എത്ര മാത്രം വെള്ളം കൊള്ളുന്നതാണ് ബോട്ടിൽ. ബോട്ടിലുകൾ കണ്ടില്ലേ. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഡ്രോ സർക്കിൾ അറൗണ്ട് ഇറ്റ്. ഈ ബോട്ടിലിൽ ഏതാണ് കൂടുതൽ വെള്ളം കൊള്ളുന്ന ബോട്ടിൽ? ഏതാണ് ഇതിൽ? ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? കുപ്പിക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും വെള്ളം കൊള്ളുന്നത്? നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ നമ്പർ 2ൻ്റെ അവിടെ നിങ്ങൾ വട്ടം വരയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതാണ്? ഇത് അല്ലേ. അപ്പോൾ അതിൽ വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് വിച്ച് ബോട്ടിൽ വുഡ് ഹോൾഡ് ലീസ്റ്റ്? ഇനി കുറവ് വെള്ളം കൊള്ളുന്ന ഏതാണ്? കുറവ് വെള്ളത്തിൽ ഏതാണ് നോക്കിയേ, ഏതാണ്? ഇത് ചെറുത് അല്ലേ, നമ്പർ 5 ആണ് അല്ലേ. അപ്പോൾ അതിനെന്താണ് നിങ്ങൾ സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് സ്ക്വയർ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താ? ഈ കുട്ടി പറയാണല്ലേ. മോം സെഡ് മൈ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1 ലിറ്റർ ഓഫ് വാട്ടർ. എൻ്റെ അമ്മ പറഞ്ഞ എന്താണ്? എൻ്റെ ബോട്ടിലിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറഞ്ഞത് അല്ലേ. ഹൗ അബൌട്ട് മെഷറിങ് ദ വാട്ടർ ടു സീ ഇഫ് ഇറ്റ്സ് ആക്ച്വലി എ ലിറ്റർ? അപ്പോൾ എങ്ങനെയാണ് എന്താണ് വെള്ളത്തിന് മെഷർ ചെയ്യുക? ഈ എന്താണ് ഈ ആക്ച്വലി എ ലിറ്റർ നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിന് മെഷർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് അളന്ന് നോക്കിയാലോ എന്നാണ് ചോദിച്ചത്.
അപ്പോൾ നിങ്ങളുടെ കുപ്പിയിലെ വെള്ളം ഒന്ന് അളന്ന് നോക്കിയാലോ എന്നാണ് ടീച്ചർ ചോദിച്ചത് അല്ലേ. തിങ്സ് വി ബൈ, സാധനങ്ങൾ വാങ്ങുന്നത്. വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ. 1 ലിറ്ററിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ലിറ്ററിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ലിറ്ററിൽ വാങ്ങുന്ന സാധനങ്ങൾ? കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അല്ലേ. പിന്നെയോ മിൽക്ക്, പാല് അല്ലേ. പിന്നെയോ തൈര് അല്ലേ, കേട്, CURD കേട്. പിന്നെയോ പിന്നെന്താ വാങ്ങുക? അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, മിൽക്ക്, പാല്, കേട്, തൈര്, ഹണി, തേന്, ഓയിൽ, നമ്മൾ ഓയിൽ വാങ്ങലുണ്ട്. അതുപോലെ വിനേഗർ, സുർക്ക അല്ലേ. ഇതൊക്കെ 1 ലിറ്ററിലൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങല് അല്ലേ. അപ്പം ഈ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കുപ്പിയിൽ വാങ്ങുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലിറ്ററിലൊക്കെയാണ് വാങ്ങല് അല്ലേ. ഓക്കെ, കുപ്പിയിൽ നിന്നല്ല, ഇത് വേണമെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ വാങ്ങാം അല്ലേ. അല്ല, ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലിറ്ററിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെയാണ് ലിറ്ററിൽ വാങ്ങല്, ലിക്വിഡ് പോലുള്ള ഐറ്റംസ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ലെറ്റ്സ് മെഷർ ആൻഡ് ഫിൽ. നമുക്ക് മെഷർ ചെയ്ത് ഫില്ല് ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. യൂസ് മെഷറിംഗ് ജാർസ് ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. യൂസ് മെഷറിംഗ് ജാർസ്. നിങ്ങൾ എന്താക്കുക? മെഷറിംഗ് ജാർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. നിങ്ങളുടെ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എ മെഷറിംഗ് ജാർ. അപ്പോൾ കുട്ടി പറയുകയാണല്ലേ, എനിക്ക് മെഷറിംഗ് ജാർ ഇല്ല എന്ന് പറഞ്ഞു. അളക്കുവാനല്ലേ, അളക്കാൻ നിറയ്ക്കാനാണ്. എത്ര അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എത്ര വെള്ളം നിറയ്ക്കാമെന്ന് നോക്കാനല്ലേ. അപ്പോൾ ഈ കൊച്ചെന്താ പറയുന്നത്? എനിക്ക് അളവ് പാത്രമില്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അളവ് പാത്രം ഉണ്ടാക്കിയാലോ? എങ്ങനെ അളവ് പാത്രം ഉണ്ടാക്കുക? ലെറ്റ്സ് മേക്ക് മെഷറിംഗ് ജാർ. മേക്ക് യുവർ ഓൺ മെഷറിംഗ് ജാർസ് ഓഫ് 1 ലിറ്റർ, 500 milliliter and 250 milliliters out of used bottles. Mark 100 milliliter and 50 milliliters also on the 200 milliliter vessel. What are the things we buy in quantities less than a liter? Milliliter is a smaller measure than a liter. അപ്പോൾ ഈ മില്ലിലിറ്റർ ആണല്ലോ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ലിറ്ററിനേറ്റം കുറവുള്ള ഒരു മെഷറാണ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ലിറ്ററിനേറ്റാലും കുറവുള്ള ഒരു മെഷറാണ് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. ലിറ്ററിനേക്കാൾ ചെറിയ അളവാണ് മില്ലി ലിറ്റർ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് എന്താക്കാം? 1 ലിറ്റർ, 500 milliliter, 200 milliliter അളവ് പാത്രം ഉണ്ടാക്കുക. 200 milliliter പാത്രത്തിൽ 100 milliliter, 50 milliliter എന്നീ അളവുകൾ കൂടി അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ലിറ്റർ കുപ്പികളുണ്ടാവും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ. അപ്പോൾ ആ കുപ്പികളൊക്കെ ഉപയോഗിച്ച് എന്താക്കുക? 1 ലിറ്ററിനും 500 milliliter കുപ്പിയും അതുപോലെ 200 milliliter അളവ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, ആ 200 milliliter നമ്മൾ ഉണ്ടാക്കിയതിൽ എന്താക്കുക? 100 milliliter, 50 milliliter എന്ന അളവുകൾ കൂടി അടയാളപ്പെടുത്തുക. 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവയുടെ അളവ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനം പാല് നമുക്ക് 1 ലിറ്ററിൽ കുറവാണ് അധികം ആൾക്കാർ വാങ്ങുക അല്ലേ. അപ്പോൾ 500 milliliter എന്ന് പറയാം അല്ലേ. ഈ പാല് 250 milliliter വാങ്ങുന്നവരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പാല് 250 milliliter അല്ലെങ്കിൽ 500 milliliter എന്ന് എഴുതാം. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ നമ്മൾ 500 തന്നെ വാങ്ങല് അല്ലേ. ഓക്കെ, പിന്നെ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് 1 ലിറ്റർ 2 ലിറ്ററൊക്കെ വാങ്ങൂല, 5 ലിറ്ററൊക്കെ വാങ്ങുന്നുണ്ട്. സാധാരണ ഇതായിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ 500 milliliter ഒക്കെയാണ് വാങ്ങുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ കോക്കനട്ട് ഓയിൽ 100 milliliter. നോക്കൂ, കോക്കനട്ട് ഓയിൽ 250 milliliters അല്ലേ, 250 milliliters ആണല്ലേ. ഈ മില്ലിലിറ്ററിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് ML എന്ന് എഴുതാം കേട്ടോ. കണ്ടോ, ML ഷോർട്ടായിട്ട്. ലിറ്ററിനെയോ L എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, മില്ലിലിറ്ററിനെ ML എന്നും ലിറ്ററിനെ L എന്നും എഴുതാം കേട്ടോ. ഇനി കോക്കനട്ട് ഓയിലിന് 250 milliliter ആണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തൊക്കെയാണ് വാങ്ങുന്നത്? സാധാ ഓയിൽ വാങ്ങുന്നുണ്ടാവും അല്ലേ. ആ സാധാ ഓയിൽ വാങ്ങുന്നത് എത്രയാണ്? അതും എത്ര? 500 ml ആയിരിക്കും അല്ലേ. 500 milliliter. നമുക്ക് ഇനി മില്ലിലിറ്ററിന് ML ഇല്ല കേട്ടോ. ഓക്കെ, ഇനി സാധാ ഓയിൽ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും സാധാ ഓയിലും ഉണ്ടല്ലോ. സൺഫ്ലവർ ഓയിലൊക്കെ വാങ്ങുന്നില്ലേ, അതാണ് ഇവിടെ ഇത് കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ വേറെ എന്തൊക്കെ വാങ്ങുന്നുണ്ട് ഓയിൽ ഐറ്റംസ് ഒന്നും നോക്ക്, വീട്ടിൽ അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം അടുത്ത് എന്താ നോക്കിയേ. അപ്പോൾ ഇവിടെ പറയുന്നത് മില്ലിലിറ്ററിനെ ML എന്നും ലിറ്ററിനെ L എന്നും പറഞ്ഞ് എഴുതുക കേട്ടോ, സ്മോൾ ലെറ്റർ. ഓക്കെ, ഹൗ മച്ച് വാട്ടർ, ഇനി എത്ര വെള്ളം എന്നുള്ളതാണ് അല്ലേ.
ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് പെർ ഡേ? മെഷർ ആൻഡ് റൈറ്റ്. ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താക്കണം, നന്നായി വെള്ളം കുടിക്കണം അല്ലേ. അപ്പം നിങ്ങൾ കുടിക്കുന്ന വെള്ളം എത്രയാണോ, 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ എന്ന് എഴുതുക, 2 ലിറ്റർ ആണെങ്കിൽ 2 ലിറ്റർ എന്ന് എഴുതുക. ഇനി 500 ml ആണെങ്കിൽ 500 ml എന്നൊക്കെ എഴുതുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ എത്രയാണോ കുടിക്കുന്നത് അത് എഴുതുക. ഗസ് ഹൗ മച്ച് വാട്ടർ ദ വേരിയസ് വെസൽ ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. ഗസ് ചെയ്യുക, ഹൗ മച്ച് വാട്ടർ എത്ര വെള്ളം വേരിയസ് വെസൽ ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. എന്താണ്, നിങ്ങളുടെ അളവ് പാത്രം ഉപയോഗിച്ച് വീട്ടിലെ വിവിധ പാത്രങ്ങളിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ഊഹിച്ച് അളന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അളവ് പാത്രം ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ അളവ് പാത്രം, അതിൽ എത്ര വെള്ളം കൊള്ളുന്നു, അതായത് ഈ പാത്രങ്ങളിലൊക്കെ എത്ര വെള്ളം കൊള്ളുന്നു, ആ ഇതിനോട് അളവ് പാത്രത്തിനോട് അളന്നാൽ എത്ര കൊള്ളുന്നു എന്ന് ഊഹിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ എന്താക്കുക, ചായ ഗ്ലാസ്സിൽ എത്ര വെള്ളം കൊള്ളും ഊഹം എഴുതുക, പിന്നെ അളവ് എഴുതുക. കപ്പിൽ അതുപോലെ എത്ര കൊള്ളും നോക്കുക. പിന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും, ബക്കറ്റിൽ എത്ര കൊള്ളും, മഗ്ഗിൽ എത്ര കൊള്ളും. ഓക്കെ, ടീ ഗ്ലാസ് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസ് അല്ലേ. പിന്നെ കപ്പിൽ എത്ര കൊള്ളുന്നു ഗസ് ചെയ്ത് ഊഹിച്ച് എഴുതുക. അവിടെ ആക്ച്വൽ മെഷറും ഇവിടെ എഴുതുക. ടീ പോട്ട് എത്ര കൊള്ളുന്നു, അതുപോലെ ആക്ച്വൽ മെഷർ എത്ര ഒന്ന് എഴുതുക. ഓക്കെ, ഊഹിച്ച് എഴുതാൻ ആദ്യം പറയുന്നത്. ഗസ് പറഞ്ഞാൽ ഊഹിച്ച് എഴുതുക. ബക്കറ്റിൽ എത്ര കൊള്ളും, മഗ്ഗിൽ എത്ര കൊള്ളും, റൈസ് പോട്ട് എത്ര കൊള്ളുന്നുള്ളത് ഊഹിച്ച് എഴുതുക. ആക്ച്വൽ മെഷറും കൂടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ഏതൊക്കെ പാത്രം ഉണ്ടായതൊക്കെ എത്ര കൊള്ളുന്നു ഊഹിച്ച് എഴുതുക, ഗസ് ചെയ്ത് എഴുതുക, പിന്നെ മെഷർ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, മിൽക്ക് സൊസൈറ്റിയാണ് കേട്ടോ, മിൽമാൻ്റെ ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ലജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദ സൊസൈറ്റി. ലജുവിൻ്റെ അച്ഛൻ എന്താണ്, മിൽക്ക് സൊസൈറ്റിയിൽ പാല് കൊടുക്കുകയാണ് അല്ലേ. ഓക്കെ, ഇറ്റ് വാസ് മെഷേർഡ് 2 times വിത്ത് എ 2 liter വെസൽ ആൻഡ് വൺസ് വിത്ത് എ 1 liter വെസൽ. എന്താ അവിടെ പറഞ്ഞത്, ലജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാൽ കൊടുത്തു അല്ലേ. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 times ആണ് പാലളന്നത് അല്ലേ. പിന്നെ 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. ലജുവിൻ്റെ അച്ഛൻ സൊസൈറ്റി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത് നോക്കൂ, 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു അല്ലേ. 2 ലിറ്റർ 2 തവണ, അപ്പം 2 + 2 അല്ലേ. നോക്കൂ, എന്നാൽ 2 ലിറ്റർ വെസലിൽ 2 times ആണ് അല്ലേ. അപ്പം 2 ലിറ്റർ ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ് എത്ര ആയിരിക്കും, 2 ലിറ്ററിൽ 2 പ്രാവശ്യം അല്ലേ നോക്കിയേ. അപ്പോൾ 2 ലിറ്ററിന് 2 പ്രാവശ്യം ആകുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ 2 ലിറ്ററിന് ഞാൻ പറഞ്ഞു നോക്കൂ, ഇപ്പോൾ 2 ലിറ്ററിൻ്റെ 2 പ്രാവശ്യം അല്ലേ, അപ്പോൾ 2 + 2 അല്ലേ. പിന്നെയോ വൺസ് വിത്ത് എ 1 liter വെസൽ, പിന്നെ 1 ലിറ്ററിന് ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ +1. അപ്പോൾ എത്ര പാലായി നോക്കൂ, 2 + 2 4 4 + 1 5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, അവിടെ 5 ലിറ്റർ ആണ് അല്ലേ വരുന്നത്. ഇവിടെ എഴുതട്ടെ നിങ്ങൾ, ഇവിടെ 2 + 1 = 5 ലിറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെ എഴുതാന്നുള്ളത് കേട്ടോ. 5 ലിറ്റർ ആണേ, നമുക്ക് ഷോർട്ടാക്കി എല്ലാം എഴുതാം അല്ലേ. ഓക്കെ, ദെൻ 2 liters ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ്. അപ്പോൾ 2 ലിറ്ററിന് 2 പ്രാവശ്യം എത്ര കിട്ടുമോ, 4 അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ, 4 4 ലിറ്റർ. ദെൻ 1 ലിറ്റർ ക്യാൻ ഫിൽഡ് വൺസ് മേക്സ്. അപ്പോൾ 1 ലിറ്ററിന് ഒരു പ്രാവശ്യം എന്താക്കിയാലോ 1 അല്ലേ. ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാണ്, 5 അല്ലേ. 4 + 1 എത്രയാണ്, 5 അല്ലേ. അപ്പോൾ 5 ലിറ്റർ. ഓക്കെ, 5 ലിറ്റർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ മലയാളത്തിൽ ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ 4 ലിറ്റർ, 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ അളന്നാൽ 1 ലിറ്റർ, പാലിൻ്റെ അളവ് 5 ലിറ്റർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ പറയുന്നത് നോക്കൂ, എന്താണ്, ആഫ്റ്റർ ലജുസ് ഫാദർ ദ നെക്സ്റ്റ് ഇൻ ലൈൻ വാസ് ജാനകി ആൻഡ്. ലജുവിന് അച്ഛൻ കഴിഞ്ഞ ശേഷം അടുത്ത ആരാണ്, ജാനകി ചേച്ചിയാണ് അല്ലേ, ജാനകി ആൻറ്റിയാണ് അല്ലേ. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ് 1 liter ക്യാൻ ഫിൽഡ് 3 times ആൻഡ് 200 ml ക്യാൻ ഫിൽഡ് 2 times. ഹൗ മച്ച് മിൽക്ക് ഡിഡ് ജാനകി ഓൺ സെൽ. അപ്പോൾ എന്താണ്, അടുത്ത് ജാനകി ചേച്ചിയാണ്. അപ്പോൾ എന്താണ്, ജാനകി ആൻറ്റിയാണ് അല്ലേ. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ്, മിൽക്ക് മെഷർ ചെയ്ത് എങ്ങനെയാണ്, 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം 1 ലിറ്ററിൻ്റെ പറയുമ്പോൾ എത്രയായി, 1 ലിറ്ററിൻ്റെ 3 times പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ,
1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യമല്ലേ, അപ്പം 1 + 1. ഓക്കെ. ദെൻ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 1 + 1 + 1 ചെയ്തു അല്ലേ. ഇനി 200 ml ആണ് അല്ലേ. 200 ml എത്രയാണ്, 2 പ്രാവശ്യം. അപ്പോൾ 200 + 200 ml ആണ്. മറ്റൊക്കെ ലിറ്റർ ആണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ 1 ലിറ്റർ + 1 ലിറ്റർ + 1 ലിറ്റർ പ്ലസ് ഇനിയോ 200 ml 2 ടൈംസ് ആണല്ലേ. അപ്പോൾ 200 ml പ്ലസ് എത്ര പ്രാവശ്യം, 2 പ്രാവശ്യമല്ലേ. അപ്പോൾ 200 ml. ഓക്കെ. അപ്പോൾ അത്രയാണ് അല്ലേ. അപ്പോൾ ലിറ്ററും ml ആണ് വരുന്നത് അല്ലേ. ലിറ്റർ വലുതാണല്ലോ. അപ്പോൾ ലിറ്ററിനെ ലിറ്റർ ആയിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ എത്ര ലിറ്റർ ആണ് വരുന്നത്, 3 പ്രാവശ്യം അല്ലേ. 1 ലിറ്റർ + 1 ലിറ്റർ + 1 ലിറ്റർ എത്ര, 1 + 1 2, 2 + 1 3. അപ്പോൾ 3 ml അല്ലേ. അപ്പോൾ അവിടെ എന്താക്കും നമ്മളത് 3 ലിറ്റർ എഴുതുക. ഓക്കെ, 3 ലിറ്റർ. ഓക്കെ, 3 ലിറ്റർ ആണ് എന്ത് വരുന്നത്. പിന്നെ എന്താണ് മില്ലി ലിറ്ററിൻ്റെ ഇവിടെ വരുന്നുണ്ടല്ലോ. 200 200 എത്രയാണ്, 200 + 200 എത്രയാണ്, 400 അല്ലേ. അപ്പോൾ നമ്മൾക്ക് 400 എന്ന് എഴുതുക. ഓക്കെ, 400 ml. അപ്പോൾ 3 ലിറ്റർ 400 ml ആണ് എന്ത് ഈ ജാനകി ചേച്ചി കൊടുത്തത് അല്ലേ. ഓക്കെ. ദെൻ എന്താണ് അവിടെ അടുത്ത ചോദ്യം വരുന്നത് എത്രയാന്ന് നോക്കിയേ. മലയാളക്കാർക്ക് മാത്രമല്ല, ലജുവിൻ്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണ. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണ അല്ലേ. അപ്പോൾ 1 ലിറ്റർ + 1 ലിറ്റർ + 1 ലിറ്റർ അല്ലേ. പിന്നെ 200 ml പാത്രം കൊണ്ട് 2 തവണ, 200 + 200 അല്ലേ. അങ്ങനെ പാലളന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി ചേച്ചി എത്ര ലിറ്റർ പാൽ കൊടുത്തു എന്നാ. അപ്പോൾ ലിറ്ററിനെ ലിറ്ററാക്കി തന്നെ നമ്മൾ കൂട്ടുക കേട്ടോ. 1 ലിറ്റർ + 1 ലിറ്റർ 2 ലിറ്റർ, 2 ലിറ്റർ + 1 ലിറ്റർ 3 ലിറ്റർ. അപ്പോൾ 3 ലിറ്റർ. പിന്നെ 200 ml മില്ലി ലിറ്ററിനെ വേറെ തന്നെ കൂട്ടുക കേട്ടോ. അപ്പോൾ 200 + 200 400 ml. ഓക്കെ. ദെൻ അടുത്ത എന്താ വരുന്നത് നോക്കിയേ. എന്താണ് 1 ലിറ്റർ ക്യാൻ ഫിൽ 3 ടൈംസ് മേക്സ്. 1 ലിറ്ററിന് 3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്താൽ എത്ര വരിക, എത്രയാ, 1 ലിറ്ററിന് 3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്താൽ എത്രയാ, 3 വരിക അല്ലേ. അപ്പോൾ 3 ലിറ്റർ. ദെൻ 200 ml 2 പ്രാവശ്യം ഫില്ല് ചെയ്താൽ എത്ര വരിക, 200 + 200 എത്രയാണ്, 400 അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ ടോട്ടൽ 3 ലിറ്റർ 400 ml എഴുതാം അല്ലേ. 400 ml എഴുതാം. ഓക്കെ. ഇപ്പോൾ ടോട്ടൽ 400 ml അല്ലേ. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ 1 ലിറ്റർ പാത്രം കൊണ്ട് 3 തവണ അളന്നാൽ 3 ലിറ്റർ. 200 ml പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ 400 ml. പാലിൻ്റെ അളവ് 3 ലിറ്റർ 400 ml അല്ലേ. അതല്ലേ നേരത്തെ നമുക്ക് കിട്ടിയേ അല്ലേ. ദെൻ നോക്കൂ നെക്സ്റ്റ്. ബഷീർ കെയിം ടു ബൈ മിൽക്ക് ഫോർ ഹിസ് ടീ ഷോപ്പ്. ഹി വാസ് ഗിവൺ 3 ലിറ്റർ ഓഫ് ദ മിൽക്ക് ബ്രോഡ് ബൈ ലജൂസ് ഫാദർ. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ്. അപ്പോൾ ബഷീർ എന്താക്കി, പാല് വാങ്ങാൻ ടീ ഷോപ്പിലേക്ക് എത്തി അല്ലേ. അപ്പോൾ എന്താണ് 3 ലിറ്റർ ആണ് എന്ത് അദ്ദേഹത്തിന് നൽകിയത്. പാൽ ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു എന്ത് 3 ലിറ്റർ പാൽ അദ്ദേഹത്തിന് നൽകിയത് അല്ലേ. ബഷീർ അങ്ങനെയാണ് ഈ ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. എന്താണ് പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന്, ടീ ഷോപ്പുകാരൻ ബഷീറിന് എന്താണ് 3 ലിറ്റർ പാൽ കൊടുത്തത് ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു അല്ലേ. ബാക്കി എത്ര പാലുണ്ട്. പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 ലിറ്റർ പാല് കൊടുത്തത് എന്താണ്, ആരാണ്, ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്. അപ്പോൾ ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാൽ എത്രയായിരുന്നു നമ്മൾ നേരത്തെ നോക്കും. നിങ്ങൾ എഴുതി എത്രയാണ് എന്താണ് ലജുവിൻ്റെ അച്ഛൻ പാല് കൊടുത്തിരുന്നു അല്ലേ. അത് എത്ര ലിറ്ററാണ്. അപ്പം ലജുവിൻ്റെ ഫാദർ കൊടുത്ത എത്രയാ 5 ലിറ്ററാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പം ബഷീർ വാങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടീ ഷോപ്പിലേക്ക് വാങ്ങിയിരിക്കുന്നത് എത്ര ലിറ്ററാണ്, 3 ലിറ്ററാണ് അല്ലേ. അപ്പോൾ ബഷീർ വാങ്ങിയത് 3 ലിറ്ററാണ് അല്ലേ. ബഷീർ വാങ്ങിയത് എത്രയാണ്, ബഷീർ ബ്രോട്ടസ് ഈക്വൽ ടു എന്ത് ചെയ്തും, ബ്രോട്ട് ഈസ് ഈക്വൽ ടു എത്ര വാങ്ങിയ ബഷീർ ബ്രോട്ട് 3 ലിറ്റർ അല്ലേ. അപ്പം 3 ലിറ്റർ ചെയ്താൽ 3 ലിറ്റർ. ഓക്കെ. ഈ 3 ലിറ്റർ. ദെൻ ഇനി എന്താണ് ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും, ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ബാക്കി എന്താ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു എന്താ ഇത് ബാക്കി എത്ര എന്നുള്ളതാണ് അല്ലേ.
അല്ലെങ്കിൽ ബാലൻസ് ഇസ് ഈക്വൽ ടു എത്രയാ? ബഷീർ വാങ്ങിയതും അതുപോലെ അച്ഛൻ കൊടുത്തതും മൈനസ് ചെയ്താൽ പോലെ. അച്ഛൻ്റെ കൊടുത്തത് എത്ര? ഇനി 5 അല്ലേ? 5 ബഷീർ വാങ്ങിയ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 അല്ലേ? അപ്പോൾ 2 ലിറ്റർ ഇതാട്ടോ. 2 ലിറ്ററാണ് എന്ത് ബാക്കി ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ബാക്കി എത്രയാണ്? 2 ലിറ്റർ മിൽക്ക് അല്ലേ? ദെൻ നെക്സ്റ്റ് സ്മോൾ മെഷേഴ്സ്. ഇനി ലിറ്ററാണ് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്മോൾ മെഷേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ചെറിയ മെഷേഴ്സ് എന്തൊക്കെയാണ് ചെറിയ മെഷേഴ്സ് എന്ന് പറയുന്നത്? റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. എന്തൊക്കെയാണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെന്തിനുള്ളതാണ്? അല്ലേ? കഴിക്കാൻ മരുന്നെടുക്കുന്നത്, നമ്മളെ മേല് കുത്തി വെക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? പിന്നെ മെഡിസിൻ അല്ലേ? പിന്നെ കറിയിൽ ഉപ്പിടുന്നതിനാണ് സ്പൂണ്. ഇതാണെങ്കിൽ എന്താ? മരുന്ന് കഴിക്കാൻ തന്നെ അല്ലേ? ഇതിനൊക്കെയാണ് അല്ലേ? പിന്നെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മെഷറിങ് മെഡിസിൻ മെഷർ ചെയ്യാൻ, ആഡിങ് സോൾട്ട് ടു കറി, പിന്നെ എന്താണ്? ഉപ്പ് കറിയിൽ ഉപയോഗിക്കാൻ ഇടാൻ അല്ലേ? പിന്നെ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാൻ അല്ലേ? ടു ഇഞ്ചക്റ്റ്. പിന്നെ ഇത് എന്താ? ടു മെഷറിങ് മെഡിസിൻ തന്നെ അല്ലേ? പിന്നെ അതൊക്കെ തന്നെ അല്ലേ? ഹൗ മച്ച് മെഡിസിൻ ക്യാൻ ദ സ്മോൾ ഹോൾഡ്? അപ്പോൾ ചെറിയ സ്പൂണിൽ എത്ര മെഡിസിനാണ് കൊള്ളുക എന്ന് ചോദിച്ചിരിക്കുന്നത്. മെഷർ ആൻഡ് റൈറ്റ്. എന്താ മെഷർ ചെയ്തിട്ട് ഇത് വീട്ടിലുണ്ടാവില്ലേ? വീട്ടിൽ മെഡിസിൻ കഴിക്കുന്ന സ്പൂണുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതിലെത്ര മെഷർ കൊള്ളുന്ന വെച്ച് അളന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൗ മച്ച് വാട്ടർ ക്യാൻ എ ബോട്ടിൽ ക്യാപ്പ് ഹോൾഡ്? മെഷർ ആൻഡ് റൈറ്റ്. പിന്നെ അതുപോലെ വെള്ളം ബോട്ടിൽ ക്യാപ്പിൽ ഈ ബോട്ടിൽ ക്യാപ്പിൽ എത്ര വെള്ളം കൊള്ളുന്നാണ് ചോദിച്ചത് അല്ലേ? എന്താണ്? മരുന്ന് കഴിക്കുന്ന സ്പൂണിൽ എത്ര മില്ലി ലിറ്റർ മരുന്ന് കൊള്ളും അളന്നെഴുതുക. കുപ്പിയുടെ അടപ്പിൽ എത്ര വെള്ളം കൊള്ളും അളന്നെഴുതുക. നെക്സ്റ്റ് എന്താ? അത്തർ സെയിൽസ് ആണ് അല്ലേ? ലെജേഴ്സ് ഫാദർ സെൽസ് അത്തർ ഓൾസോ. ഹി ബൈസ് അത്തർ ഫ്രം ഹോൾസെയിൽ മെർച്ചൻസ് ആൻഡ് സെൽ ഇറ്റ് ഇൻ 5 ലിറ്റർ ബോട്ടിൽ. ഹൗ മച്ച് അത്തർ ഈസ് നീഡഡ് ടു ഫിൽ 20 സച്ച് ബോട്ടിൽസ്? എന്താ അവിടെ പറഞ്ഞത്? അത്തർ കച്ചവടമാണ് അല്ലേ? ലജുവിന്റെ അച്ഛന് അത്തർ കച്ചവടമുണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്തർ വാങ്ങി 5 മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ചാണിത് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ 20 മില്ലി ലിറ്റർ എത്ര കുപ്പിയിൽ നിറയ്ക്കാമെന്നും ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നോക്കിയേ, 5 മില്ലി ലിറ്ററിന്റെ ബോട്ടിലാണല്ലോ അല്ലേ? അതിലാണ് നിറയ്ക്കേണ്ടത്. അങ്ങനെയാണ് 20 മില്ലി ലിറ്ററിന്റെ ബോട്ടിൽ നിറയ്ക്കണമെങ്കിൽ എത്ര അത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ? 5 മില്ലി ലിറ്റർ ആണല്ലോ ഒരു ബോട്ടിൽ. അങ്ങനത്തെ 2 ബോട്ടിലാണെങ്കിൽ 5 × 2 ചെയ്താൽ പോരെ? 3 ആണെങ്കിൽ 5 × 3 ചെയ്താൽ പോരെ? ഈ 4 ബോട്ടിലാണെങ്കിൽ 5 × 4 ബോട്ടിൽ ചെയ്താൽ പോരെ? അതേപോലെ 20 ബോട്ടിലാവുമ്പോൾ എന്താണ്? 5 × 20 ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 5 × 20 ചെയ്യാം അല്ലേ? 5 × 20 ഇസ് ഈക്വൽ ടു 5 × 20 എത്രയാണ്? 100 അല്ലേ? അപ്പോൾ 100 മില്ലി ലിറ്റർ എന്ന് പറയും അല്ലേ? അപ്പോൾ 100 മില്ലി ലിറ്റർ. ഓക്കെ, ഈ 100 മില്ലി ലിറ്ററാണ് എന്ത്? നമുക്ക് ഈ 5 മില്ലി ലിറ്റർ ബോട്ടിൽ എന്താണ് 20 ബോട്ടിൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ 20 ബോട്ടിൽ ഉണ്ടെങ്കിൽ മൊത്തം എത്ര വേണ്ടി വരും? 5 × 20 ചെയ്യാം. അപ്പം എന്താണ്? 100 മില്ലി ലിറ്റർ ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 മില്ലി ലിറ്റർ ഓഫ് അത്തർ? അങ്ങനെയാണെങ്കിൽ 20 മില്ലി ലിറ്റർ ബോട്ടിലാണ് 20 മില്ലി ലിറ്റർ അത്ര കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 മില്ലി ലിറ്ററിനോട് എത്ര ബോട്ടിൽ നിറയ്ക്കാന്ന് ചോദിച്ചത്. അപ്പം ഒരു ബോട്ടിൽ എത്രയാ? 5 മില്ലി ലിറ്റർ അല്ലേ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാളെ കയ്യിൽ 20 മില്ലി ലിറ്റർ അത്ര ഉള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം? അത് എത്ര ബോട്ടിൽ നിറയ്ക്കാന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എന്താക്കാം? 20 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം അല്ലേ? 20 ഡിവൈഡഡ് ബൈ 5. 20 മില്ലി ലിറ്റർ ബോട്ടിൽ 20 മില്ലി ലിറ്റർ അത്ര കയ്യിലുള്ളത് 5 മില്ലി ലിറ്ററിന്റെ ബോട്ടിൽ, അങ്ങനത്തെ 5 മില്ലി ലിറ്റർ ബോട്ടിൽ എന്താണ് എത്ര ബോട്ടിൽ നിറയ്ക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 മില്ലി ലിറ്ററിന്റെ സാധന കയ്യിലുള്ളത് അല്ലേ?
അപ്പോൾ 20 മില്ലി ലിറ്ററിനോട് ആ ബോട്ടിലിൻ്റെ അളവ് എഴുതുക അല്ലേ. ബോട്ടിലിൻ്റെ അളവ് എത്ര 5 മില്ലി ലിറ്റർ അല്ലേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? ഈക്വൽ ടു എത്ര? 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 4 അല്ലേ. ഹരിച്ചു നോക്കുക കേട്ടോ, ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 4 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ലജുവിൻ്റെ അച്ഛൻ അത്ര കച്ചവടമുണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്ര വാങ്ങി 5 മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത്. 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണമെന്ന് ആവശ്യത്. അപ്പോൾ 5 × 20 100 ml ഇതാ. ഇനി 20 മില്ലി ലിറ്റർ എത്ര കുപ്പിയിൽ നിറയ്ക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 20 മില്ലി ലിറ്ററിനോട് ഈ ഒരു ബോട്ടിൽ 5 മില്ലി ലിറ്ററിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ 4 എന്ന് കിട്ടും അല്ലേ. 4 കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ അല്ലേ, ഹൗ മച്ച് ഇൻ എ ബാഗ് എന്നുള്ള അതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ബോട്ടിൽ നമ്മൾ വെള്ളം പോലുള്ള ഐറ്റംസ് ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ അളവിൻ്റെ ഇത് വരുന്നത് എങ്ങനെയാണ്? ലിറ്ററോ, ചെറിയ അളവാണെങ്കിൽ മില്ലി ലിറ്റർ, വലിയ അളവുകളൊക്കെ ലിറ്ററിലുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ചെറിയ അളവുകളൊക്കെ മില്ലി ലിറ്ററിലാണ് പറയുക കേട്ടോ. ഓക്കെ, വലിയ അളവുകളൊക്കെ എന്താണ്? ലിറ്ററിലും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം പോലുള്ള ലിക്വിഡ് പോലുള്ള എല്ലാ സാധനങ്ങളും എന്താണ് ലിറ്ററിലാണ് അളവ് പറയുക അല്ലേ. ഇനി ലിക്വിഡ് അല്ലാത്ത സോളിഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പഞ്ചസാര, അരി, ചായപ്പൊടി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ ഏത് അളവിൽ ലിറ്ററിലാണോ പറയുക? അല്ല അല്ലേ. അതൊക്കെ എന്താണ്? കിലോഗ്രാമിൽ, അല്ലെങ്കിൽ ചെറിയ അളവാണെങ്കിൽ ഗ്രാം, വലിയ അളവാണെങ്കിൽ കിലോഗ്രാം എന്നാട്ടോ പറയാം. അപ്പോൾ നോക്കൂ, സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഇനി ഹൗ ഹെവി ഇറ്റ് ഈസ്, ഐ കാൺ ലിഫ്റ്റ് ഇറ്റ്. അപ്പോൾ എന്തൊരു വെയിറ്റ് അത് അല്ലേ, എനിക്കിത് പൊന്തിക്കാൻ കഴിയില്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. വെയിറ്റ് ഡിയർ, ഐ വിൽ ടേക്ക് ഇറ്റ്. എവിടെ നിൽക്ക്, ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ് അല്ലേ. എന്താണ് സൂപ്പർ മാർക്കറ്റിൽ എന്തൊരു ഭാരം ഉയർത്താനാകുന്നില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ മോളെ ഞാൻ എടുക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലേ. Leju's father supplies attar to the supermarket. Leju also went there with his father. എന്താണ് ലജുവിൻ്റെ അച്ഛൻ എന്താ സൂപ്പർ മാർക്കറ്റിൽ അത്തർ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ലജു എന്താക്കി? അവളുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ പോയി. വാട്ട് തിങ്സ് ആർ ബോട്ട് ഇൻ യുവർ ഹോം വിച്ച് വെയ് 1 kilogram. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായ അത്തർ വിതരണം ചെയ്യുന്നത് ലജുവിൻ്റെ അച്ഛനാണ് അല്ലേ. അച്ഛനോടൊപ്പം ലജു എന്തായി? സൂപ്പർ മാർക്കറ്റിലെത്തി. അപ്പോൾ 1 kilogram ഭാരം വരുന്ന എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ വാങ്ങാറുണ്ടെന്ന് നോക്കിയേ. എന്തൊക്കെ സാധനമാണ് നമ്മൾ വീട്ടിൽ വാങ്ങാറില്ല 1 kilogram ഭാരം വരുന്നത്? അപ്പോൾ എന്താ? മസ്റ്റ് ബൈ എ കിലോഗ്രാം ഓഫ് എ ഷുഗർ. 1 kilogram ഷുഗർ വാങ്ങുക അല്ലേ. അപ്പോൾ ഷുഗർ കിലോഗ്രാമിലാണ് വാങ്ങുക. പിന്നെ അരി അല്ലേ, റൈസ്. പിന്നെന്താണ്? ജാഗരി, ശർക്കര അല്ലേ. പിന്നെന്താ വാങ്ങുക നമ്മൾ? ടീ പൗഡർ അല്ലേ. ടീ പൗഡർ 1 kilo ഒന്നും വാങ്ങില്ല, അതിൽ താഴെ അല്ലേ, 1ന്റെ താഴെ ആയിട്ട് നമ്മൾ വാങ്ങുക അല്ലേ. അപ്പോൾ അതിനെന്താ ഗ്രാം എന്നാ പറയുക കേട്ടോ. ഓക്കെ, കിലോഗ്രാം ആകുമ്പോൾ പിന്നെന്താ വരിക? എന്താ വേറെ എന്താ നിങ്ങളൊന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. എന്തൊക്കെയാണ് വാങ്ങുക നമ്മൾ? ഷുഗർ, റൈസ്, ജാഗരി അല്ലേ, ഒണിയൻ, ടൊമാറ്റോ, പൊട്ടാറ്റോ, അതൊക്കെ നമുക്ക് എന്താണ് 1 kilogram ആയിട്ട് വാങ്ങാറില്ല. 1 kilogram അതിൽ കൂടുതലായിട്ട് വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ പഞ്ചസാര, അരി, ശർക്കര, ഉള്ളി, തക്കാളി, പിന്നെന്താണ് ഉരുളക്കിഴങ്ങ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മൾ 1 kilo ആയിട്ടാണ് വാങ്ങല് അല്ലേ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ലജു ആൻഡ് ഹിസ് ഫാദർ മാർക്കറ്റ്. ഈ സാധനങ്ങളൊക്കെയാണ് എന്ത് ലജുവിൻ്റെ അച്ഛനും കൂടി വാങ്ങിയത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. എന്തൊക്കെയാണ്? റൈസ് 10 kilo, ആട്ട 1 kilogram, റവ 2 kilogram, ഷുഗർ 1 kilogram, റൈസ് ഫ്ലോർ 2 kilogram, ഗ്രീൻ ഗ്രാം 1 kilogram. സാധനങ്ങളാണ് എന്ത് അവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അപ്പോൾ എന്താണ് ലജു അച്ഛനും സൂപ്പർ ആട്ട 5 kilogram, റവ 2 kilogram, പഞ്ചസാര 1 kilogram, അരിപ്പൊടി 2 kilogram, ചെറുപയർ 1 kilogram. സാധനങ്ങൾ ഞാൻ എടുക്കാതെ അച്ഛൻ പറയുകയാണല്ലേ. അപ്പം മകൾ എന്താ ചോദിക്കുന്നത്? ഓട്ടോ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഐ വിൽ ക്യാരി ദ തിങ്സ്. ലെറ്റ്സ് ഗെറ്റ് ആൻ ഓട്ടോ. വാങ്ങിയ സാധനങ്ങളുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? അപ്പൊ നോക്കിയേ, എത്രയാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്? റൈസ് എത്രയാ? 10 kilogram അല്ലേ. റൈസ് 10 അല്ലേ. ആട്ട 1 kilogram. അപ്പൊ 10 + 1 എത്ര? ഒക്കെ കിലോഗ്രാമിലാണ് അല്ലേ. അപ്പോൾ 10 kilogram, 1 kilogram 11 kilogram. പിന്നെ റവ 2 kilogram അല്ലേ. 11 + 2 എത്ര? 13. 13 + 1 14. 14 + 2 15. 16. 16 + 1 17 അല്ലേ. അപ്പൊ അവർ വാങ്ങിയിരിക്കുന്നത് എത്രയാണ്? 17 kilogram ആണ് അല്ലേ. അപ്പം അവർ വാങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ എത്രയാണ്? 17 kilogram. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താക്കുക 17 കിലോഗ്രാം നമുക്ക് എഴുതാം കേട്ടോ. ഒരു എത്ര കിലോഗ്രാമാണ് വാങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ. ഇത്രയും കിലോഗ്രാമുകൾ ആഡ് ചെയ്താൽ എന്താണ് നമുക്ക് 17 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 17 കിലോഗ്രാം. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, എന്താണ് സോ ഹെവി ആണ് അല്ലേ. എന്താണ് സോ ഹെവിയിൽ വരുന്നത്, ഭയങ്കര വെയിറ്റ് എന്നുള്ളതാണ് അല്ലേ. സോ വിച്ച് ഈസ് ആക്ച്വലി ഹെവിയർ, കോട്ടൺ ഓർ അയൺ? ശരിക്കും ഏതാണ് കൂടുതൽ വെയിറ്റ്, കോട്ടൺ ആണോ അതോ അയൺ ആണോ? അല്ല, ശരിക്കും കൂടുതൽ ഭാരം ഏതിനാ, ഇരുമ്പിനോ അതോ പഞ്ഞിക്കോ എന്ന് ചോദിച്ചത്. ഏതിനായിരിക്കും, ഇരുമ്പിനാണോ പഞ്ഞിക്കാണോ വെയിറ്റ് കൂടുതൽ? 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയും, അതിലേതിനാ വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക? രണ്ടും ഒരേ വെയിറ്റ് അല്ലേ, 1 കിലോനല്ലേ രണ്ടും അല്ലേ. കുറച്ച് സാധനം കൂടുതൽ ഉണ്ടാവുന്നുണ്ട് പഞ്ഞി അല്ലേ, പക്ഷേ എന്താണ് വെയിറ്റ് രണ്ടും സെയിം അല്ലേ. അപ്പോൾ 1 കിലോനാണ് രണ്ടും എങ്കിലും രണ്ടിനും ഒരേ വെയിറ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് തനിയെ ഉയർത്തുകൾ ഏതൊക്കെയാണ്, ഉയർത്താനാകാത്തതോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Can you lift yourself? What are the things you cannot lift? അപ്പോൾ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് ഉയർത്താനാവുന്ന സാധനങ്ങൾ എന്തൊക്കെ, ഉയർത്താൻ കഴിയാത്തത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുറിയിൽ പിന്നെ ഡസ്റ്റർ ഉയർത്താം അല്ലേ. പിന്നെന്താ ബുക്ക് അല്ലേ, ബോക്സ്, അതൊക്കെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നതാണ് അല്ലേ. ഇനി ഐ കാൺ ലിഫ്റ്റ് ഉയർത്താൻ പറ്റാത്ത ഏതാ, ഉയർത്താൻ പറ്റാത്തത് എന്താണ്, ഡെസ്ക്, ബെഞ്ച്, ബോർഡ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാ വരുന്നത്, പിന്നെ ടേബിള് അല്ലേ. ചെയർ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയും അല്ലേ. അപ്പോൾ ചെയർ ഐ ക്യാൻ ലിഫ്റ്റിൻ്റെ അവിടെ കൊടുക്കുക. ഓക്കെ, ഐ കാൺ ലിഫ്റ്റിൻ്റെ അവിടെ എന്താണ് നമുക്ക് ഡെസ്ക്, ബെഞ്ച്, ബോർഡ് അതൊക്കെ കൊടുക്കുക കേട്ടോ. മൈ ബാഗ് ഈസ് ഹെവിയർ, നോ മൈൻ ഈസ്, എൻ്റെ വെയിറ്റ് ബാഗാണ് ഭയങ്കര ഹെവിയർ, അല്ല എൻ്റെ ബാഗാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി അല്ലേ. അപ്പോൾ ആരുടെ അതിൽ നോക്കിയാൽ ഹെവിയർ കൂടുതൽ, ആർക്കാ ഏത് ബാഗിനാണ് ഭാരം കൂടുതലുള്ളത് നോക്കിയാൽ. തുലാസ് എങ്ങോട്ടേക്കാണ് താന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ ഈക്വലായി നിൽക്കുകയാണോ, താന്ന് നടക്കുന്നത് എങ്ങോട്ടാണോ അതായിരിക്കുന്നത് വെയിറ്റ് കൂടുതലല്ലേ. നോക്കുക, ഓരോന്നിനും ഓരോ വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ വെയിറ്റ് നോക്കല് എങ്ങനെയാണ്, ഇതാ ഈ സാധനങ്ങളൊക്കെ ഹൗ മെനി ഇൻസ്ട്രുമെൻറ്റ് വെയിറ്റ് നോക്കാൻ പറ്റിയ ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് ഇതൊക്കെ അല്ലേ. കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അല്ലേ. നോക്കൂ, ഈ തുലാസ് അല്ലേ, പിന്നെന്താണ് ഈ ഇങ്ങനത്തത്, ഇതൊക്കെ ഇപ്പോൾ അധികം കടയിലുണ്ട് അല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു വെയിറ്റിംഗ് മെഷീൻ, പിന്നെ അതാ ഈ കട്ടകൾ വെച്ചിട്ട് തൂക്കുന്നത് അല്ലേ. അങ്ങനെ പല വെയിറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ട് നമ്മളെ നാട്ടിൽ അല്ലേ. വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ എ കിലോഗ്രാം ഓർ ഗ്രാം. വെയിറ്റ് സാധാരണ മെഷർ ചെയ്യുന്നത് എന്താണ്, കിലോഗ്രാമിലോ ഗ്രാമിലോ ആയിരിക്കും അല്ലേ. ഗ്രാം ഈസ് എ സ്മോളർ മെഷർ ദാൻ കിലോഗ്രാം. ഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഈ കിലോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ മെഷറാണ് ഗ്രാം എന്ന് പറയുന്നത് അല്ലേ. നേരത്തെ നമ്മൾ ലിറ്റർ ആണല്ലോ വലുത്, ചെറുത് മില്ലി ലിറ്റർ ആയിരുന്നല്ലോ വെള്ളം നടക്കുന്ന കാലത്ത് അല്ലേ. ചെറിയ അളവൊക്കെ മില്ലി ലിറ്ററിലും വലിയ അളവ് ലിറ്ററിലും ഇനി പറഞ്ഞിരുന്നത് അല്ലേ. ഇവിടെ അതേപോലെ തന്നെ ചെറിയ അളവ് ഗ്രാമിലും വലിയ അളവ് കിലോഗ്രാമിലും ആട്ടോ പറയാം. ഓക്കെ, അപ്പോൾ ഗ്രാം ഈസ് എ സ്മോളർ മെഷർ ദാൻ കിലോഗ്രാം. കിലോഗ്രാമിൻ്റെ ഏറ്റവും സ്മോളർ മെഷറാണ് എന്ത്, ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ലെറ്റ്സ് വെയിറ്റ് ഓഫ് മൈ ബാഗ്. നോക്കൂ, നമ്മളെ വെയിറ്റ് നോക്കാനാണ്. വെയിറ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ബാഗ്, ഗസ് എഴുതുക. ശരിക്കുള്ള വെയിറ്റ് നിങ്ങൾ തൂക്കിയിട്ട് എഴുതുക, ഇവിടെ എഴുതുക. ഇനി നിങ്ങളെ ഫ്രണ്ടിൻ്റെ ബാഗ് ഗസ് ചെയ്യുക, നിങ്ങളധികം എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ശരിക്കുള്ള വെയിറ്റ് ഇവിടെ നിങ്ങൾ എന്താക്കുക തൂക്കിയിട്ട് എഴുതുക. ഇനി എൻ്റെ വെയിറ്റ്, മൈ വെയിറ്റ് അല്ലേ, ഊഹിച്ചോടെ എഴുതുക. ഇനി ആക്ച്വൽ വെയിറ്റ് എന്താണ് അതിവിടെ എഴുതുക. ഫ്രണ്ടിൻ്റെ വെയിറ്റ് അല്ലേ ഗസ് ചെയ്ത് ആദ്യം എഴുതുക. പിന്നെ ശരിക്കുള്ള ആക്ച്വൽ ആയിട്ടുള്ള വെയിറ്റ് ഇവിടെ നിന്ന് എഴുതുക കേട്ടോ. ഓക്കെ, get these details about your classmate and complete the table. ഈ ഡീറ്റെയിൽസ് നിങ്ങളെ ക്ലാസ്മേറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ക്ലാസ്മേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോയ്സിൻ്റെ പേര് എഴുതുക, ആ കുട്ടീൻ്റെ വയസ്സ് എഴുതുക, ആ കുട്ടിക്ക് എത്ര ഹൈറ്റായി നടന്ന് നോക്കുക, വെയിറ്റ് എത്രയെന്ന് നോക്കുക. അതുപോലെ ഓരോ ക്ലാസ്സിലുള്ള ഓരോരുത്തരുടെ എന്താണ് പേരും, അതുപോലെ ഏജ്, വയസ്സും ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുക ബോയ്സിൻ്റെ മൊത്തം. പിന്നെ ഗേൾസിൻ്റെ പേര്, അതുപോലെ ഗേൾസിൻ്റെ അതേപോലെ തന്നെ എന്താ പേരും വയസ്സും ഹൈറ്റും വെയിറ്റും നിങ്ങൾ എന്താക്കുക ഇവിടെ എഴുതുക. ഓക്കെ, നോക്കൂ, ദ ടേബിൾ ബിലോ ഷോസ് ദ ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ചിൽഡ്രൻസ് ഓഫ് 7, 8 and 9 years അക്കോർഡിംഗ് ടു ദ ചാർട്ട് ഇൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ. ഈ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ ചാർട്ട് പ്രകാരം എന്താണ് ഈ 7, 8, 9 വയസ്സുള്ള കുട്ടികളെ ഹൈറ്റും വെയിറ്റും ശരിക്കും അവർക്ക് ഉണ്ടാക്കേണ്ട ഹൈറ്റും വെയിറ്റിൻ്റെയും അളവുകളാണ് താഴെ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എത്രയാണ് ഇവിടെ എന്താണ്
ബോയ്സും ഗേൾസും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടേബിളിൽ കാണിക്കുന്നത് എന്താണ്? ഈ ഹെൽത്ത് സെന്ററിന്റെ ഇതാണ് അല്ലേ. അപ്പോൾ 7, 8, 9 വയസ്സുള്ള കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഇതാണ് എന്ത് ഇവിടെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബോയ്സിന് 7 വയസ്സായാൽ അവരുടെ ഹൈറ്റ് എത്ര ആയിരിക്കണം? 122 സെന്റിമീറ്റർ ആയിരിക്കണം. വെയിറ്റോ 23 കിലോഗ്രാം ആയിരിക്കണം. ഏജ് ഗേൾസിനാണ് 7 വയസ്സാണെങ്കിൽ അവരുടെ ഹൈറ്റ് 121 സെന്റിമീറ്ററും അവരുടെ വെയിറ്റ് എത്രയാണ്? 22 കിലോഗ്രാമും ഉണ്ടായിരിക്കണം അല്ലേ. ഗേൾസിനും ബോയ്സിനും എന്താണ്? 1ന്റെ വ്യത്യാസമുണ്ട് അല്ലേ. ദെൻ ഇനി നമുക്ക് ഏജ് 8 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ 8 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ ബോയ്സ് ആണെങ്കിൽ ഹൈറ്റ് 127 സെന്റിമീറ്ററും വെയിറ്റ് 26 കിലോഗ്രാമും ആയിരിക്കണം. അതുപോലെ ഗേൾസ് 8 വയസ്സാണെങ്കിലോ 126 സെന്റിമീറ്റർ ഹൈറ്റും വെയിറ്റ് എത്രയാണ്? 25 കിലോഗ്രാമും ആയിരിക്കണം അല്ലേ. ദെൻ നെക്സ്റ്റ് 9 വയസ്സായ ഒരു ആൺകുട്ടിക്കാണെങ്കിൽ അവരുടെ ഹൈറ്റ് എത്രയാ? 133 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലേ. വെയിറ്റോ 28 കിലോഗ്രാം ആയിരിക്കണം. ദെൻ 9 വയസ്സായ കുട്ടീൻ്റെ ഗേൾസിൻ്റെ ആണെങ്കിലോ 133 സെന്റിമീറ്റർ ഹൈറ്റും 28 കിലോഗ്രാം വെയിറ്റും ആയിരിക്കണം ഗേൾസിനുണ്ടാവേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 9 വയസ്സായ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സെയിം ഹൈറ്റും വെയിറ്റും തന്നെ ഇവിടെ പറയുന്നത് അല്ലേ. 8-ലാണെങ്കിലോ 1 കുറവ് വരുന്നുണ്ട് അല്ലേ ഗേൾസിൽ. ബോയ്സിനും 7 അങ്ങനെ തന്നെ. ഓക്കെ, കമ്പയർ ദ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ് വിത്ത് ദ ചാർട്ട് അബോവ് ആൻഡ് റൈറ്റ് ആൻഡ് നോട്ട്. എന്താണ് ഈ ഹൈറ്റും വെയിറ്റും? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹൈറ്റും വെയിറ്റും നമ്മൾ ഇന്ന് നോക്കിയില്ലേ. അതിൽ നിങ്ങൾ എന്താക്കുക? ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ ഈ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുന്നത്? ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫുഡ് കിറ്റാണ്. അടുത്തത് ഫുഡ് കിറ്റ്. എന്താണ്? Punjiri Club near Leju's home distributed food kit for Onam. The table shows the items in the kit and their weight. ക്ലബ്ബ് ഓണത്തിന് വിതരണം ചെയ്ത കിറ്റിൽ ഉൾപ്പെടുത്തിയ വിവിധ സാധനങ്ങളും അവയുടെ ഭാരവും ആണ് താഴെ തന്നിരിക്കുന്ന ഈ പട്ടികയിലുള്ളത്. നോക്കൂ, തേയില 100 ഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, കശുവണ്ടി പരിപ്പ് 40 ഗ്രാം, ടീ 100 ഗ്രാം, ഷുഗർ 1 kg, കാഷ്യൂ നട്ട് 40 ഗ്രാം, ഗീ 50 ഗ്രാം, കാർഡമൺ 10 ഗ്രാം, ബനാന ചിപ്സ് ജാഗറി അല്ലേ എന്താണ് 50 ഗ്രാം, ചില്ലി പൗഡർ 500 ഗ്രാം, ടെർമറിക് പൗഡർ 100 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, റോ റൈസ് 500 ഗ്രാം, ഗ്രീൻ ഗ്രാം 500 ഗ്രാം, പിജിയോൺ പി 200 ഗ്രാം, സോൾട്ട് 1 kg, ബനാന ചിപ്സ് 215 ഗ്രാം. നോക്കൂ, നെയ്യ് 50 ഗ്രാം, 50 ഗ്രാം, മുളക് പൊടി 500 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, വെളിച്ചെണ്ണ 100 കിലോഗ്രാം, പച്ചരി 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, തൂവരപ്പരിപ്പ് 200 ഗ്രാം, ഉപ്പ് 1 കിലോഗ്രാം, ഏത്തക്ക ചിപ്സ് 250 ഗ്രാം അല്ലേ. ദെൻ 1 കിലോഗ്രാം ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട്? 1 കിലോഗ്രാം ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട്? അവയുടെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സാധനം ഉണ്ട് 1 കിലോഗ്രാം ഉള്ളത്? നോക്കിയേ, നോക്കൂ, 1 kg വരുന്നതാ ഷുഗർ അല്ലേ, 1 ഷുഗർ, 1 കോക്കനട്ട് ഓയിൽ 1, പിന്നെയോ സോൾട്ട് അല്ലേ. അപ്പൊ എന്താണ് ഇതെല്ലാം കൂടിയാണ് അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി എത്ര ഏതൊക്കെയാണ് വരുന്നത്? ഷുഗർ, പിന്നെ ഏതാണ് കോക്കനട്ട് ഓയിൽ, പിന്നെ സോൾട്ട് അല്ലേ. ഇതൊക്കെ 1 kg ആണ് അല്ലേ. അപ്പൊ എല്ലാം കൂടി കൂട്ടി വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? 1 + 1 + 1 എത്രയാ? 3 അല്ലേ, 3 കിലോഗ്രാം. ഓക്കെ, ദെൻ വിച്ച് തിങ്സ് ഇൻ ദ കിറ്റ് വെയിറ്റ് ലെസ് ദാൻ 1 കിലോഗ്രാം? 1 കിലോഗ്രാമിന്റെ താഴെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ സാധനങ്ങളാണ് 1 കിലോഗ്രാമിന്റെ താഴെ ഉള്ളത്? നോക്കൂ, ഈ 1 കിലോഗ്രാം എഴുതാത്തൊക്കെ ഗ്രാമുകൾ എഴുതിയൊക്കെ 1 കിലോഗ്രാമിന്റെ താഴെ ഉള്ളതാട്ടോ. എന്താണ് ഗ്രാം എഴുതിയൊക്കെ 1 കിലോഗ്രാമിന്റെ താഴെ ഉള്ളതാണ്. നോക്കൂ, ഗ്രാം മാത്രം എഴുതിയത്. അപ്പോൾ എന്താണ് ഇവിടെ ടീ എഴുതിയ 100 ഗ്രാമില്ല. അപ്പോൾ ടീ അതിൻ്റെ 1 കിലോഗ്രാമിന്റെ താഴെയാണ്. ടീ, കാഷ്യൂ നട്ട്, ഗീ, കാർഡമൺ, ബനാന ചിപ്സ്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, പിന്നെ എന്താണ് റോ റൈസ്, ഗ്രീൻ ഗ്രാം, പിജിയൺ പി, പിന്നെ ബനാന ചിപ്സ്. ഇതൊക്കെ എന്താണ് 1 കിലോഗ്രാം താഴെയുള്ളതാട്ടോ. അതൊക്കെയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. നോക്കൂ, ഇവിടെ പറയുന്നത് 250 ഗ്രാംസ് ക്വാർട്ടർ ഓഫ് എ കിലോഗ്രാം. പിന്നെ നമ്മളെന്താണ് 1 കിലോഗ്രാമിന് എന്താണ് സാധാരണ നമ്മൾ എത്രയാണ് എങ്ങനെ അറിയാം പറയാം? 1 കിലോഗ്രാമിന് നമ്മൾ 1000 ഗ്രാം എന്നാ പറയാം കേട്ടോ. എന്താണ് 1000 ഗ്രാം. അപ്പൊ 1000 ഗ്രാമിന് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയും. പിന്നെ 250 ഗ്രാമിന് ക്വാർട്ടർ ഓഫ് എ കിലോഗ്രാം എന്ന് പറയും കേട്ടോ. എന്താണ് ക്വാർട്ടർ ഓഫ് എ കിലോഗ്രാം? ക്വാർട്ടർ കണ്ടോ, 250. 1/4 കിലോ എന്നൊക്കെ പറയില്ല നമ്മള്. 1/4 കിലോ പറയുന്നത് 1/4 ക്വാർട്ടർ അല്ലേ.
അപ്പൊ കാല് പറയാം 250 ആണ് കേട്ടോ. 250 ക്വാർട്ടർ എന്ന് പറയാ. ഇനി 500 ഗ്രാമിന് ഹാഫ് എ കിലോഗ്രാം, അര കിലോ എന്ന് പറയല്ലേ, അത് 500 ഗ്രാമിനാണ് ഹാഫ് എ കിലോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 750 ഗ്രാമിന് എന്താണ് 3/4 ഓഫ് എ കിലോഗ്രാം, എന്താണ് 3/4 മുക്കാൽ കിലോഗ്രാം എന്ന് പറയുന്നത്. അതിന് 750 ഗ്രാമാണ്. ഇത് പഠിച്ചു വെക്കുക. 250 പറഞ്ഞാൽ ക്വാർട്ടർ, 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് എ കിലോഗ്രാം, 750 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര 3/4 ഓഫ് എ കിലോഗ്രാം ആണ് കേട്ടോ. കണ്ടോ, 250 ഗ്രാം 1/4 കിലോഗ്രാം, 500 ഗ്രാം അര കിലോഗ്രാം, 750 ഗ്രാം മുക്കാൽ കിലോഗ്രാമിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. 250 ഗ്രാമിന് ക്വാർട്ടർ ഓഫ് എ കിലോഗ്രാം, 500 ഗ്രാമിന് ഹാഫ് എ കിലോഗ്രാം, 750 ഗ്രാമിന് 3/4 ഓഫ് എ കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് അസസ്മെന്റ് കേട്ടോ. ഹൗ മെനി ബോട്ടിൽസ്, എത്ര ബോട്ടിൽസ് ഉണ്ട്. എ ഷോപ്പ് ഹാസ് 10 ലിറ്റർ ഓഫ് എ കോക്കനട്ട് ഓയിൽ ഇൻ എ സ്റ്റോക്ക്. ഹൗ മെനി 1 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ ദിസ് ഓയിൽ. ഹൗ അബൌട്ട് 2 ലിറ്റർ ബോട്ടിൽസ്. എന്താണ് ചോദ്യം? എത്ര കുപ്പി എന്നാണല്ലേ. ഒരു പലചരക്ക് കടയിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 ലിറ്റർ കുപ്പികൾ എത്ര കുപ്പി വേണമെന്നാ? 2 ലിറ്ററിന്റെ കുപ്പി ആണെങ്കിലോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 ലിറ്ററിന്റെ 10 ലിറ്റർ കോക്കനട്ട് ഓയിലാണ് എന്താണ് സ്റ്റോക്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിന്റെ ബോട്ടിലാണ് നിറയ്ക്കുന്നതെങ്കിൽ ഈ ഓയിൽ നിറയ്ക്കാൻ എത്ര ബോട്ടിൽ ആവശ്യമുള്ളത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 10 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് നോക്കുക. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ് 10 അല്ലേ. അപ്പൊ 10 ബോട്ടിലാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 ബോട്ടിൽസ് ആർ നീഡഡ്. ഓക്കെ, നെക്സ്റ്റ് ഹൗ അബൌട്ട് 2 ലിറ്റർ ബോട്ടിൽ. അങ്ങനെയാണെങ്കിൽ 2 ലിറ്ററിന്റെ ബോട്ടിലാണെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ലിറ്റർ ബോട്ടിലിന്റെ ആണെങ്കിൽ 10 ലിറ്റർ ആണല്ലോ മൊത്തം സ്റ്റോക്ക് ഉള്ളത്. അപ്പൊ 10 ലിറ്ററിനെ കൊണ്ട് 2 ലിറ്റർ എന്താക്കുക? ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 10/2 ഈക്വൽ ടു എത്രയാണ്? 5 അല്ലേ. അപ്പൊ 5 ബോട്ടിലാണ്. അപ്പോൾ 2 ലിറ്ററിന്റെ 5 ബോട്ടിലിനോട് എന്താക്കുക? 10 ലിറ്റർ നമുക്ക് എന്താ കോക്കനട്ട് ഓയിൽ നിറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ലിറ്റർ ആണെങ്കിൽ എത്ര ബോട്ടിലാണ്? 5 കേട്ടോ. 1 ലിറ്റർ ആണെങ്കിൽ 10 ബോട്ടിലാണ് വേണം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലജൂസ് ഹോം. ലജൂസ് ഹൗസ് യൂസ് ടു ബി പെയിന്റ്. ലജുവിന്റെ വീട് എന്താണ്? പെയിന്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. പെയിന്റ് എന്താക്കുക? യൂസ് ടു ബി പെയിന്റഡ് ചെയ്യണം അല്ലെ. ലജുവിന്റെ വീട് പെയിന്റ് ചെയ്യണം. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് പെയിന്റ് ബോട്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്താണ്? പെയിന്റ് വാങ്ങിയ ഇതാണ് അല്ലെ. ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിന്റ് ഡിഡ് ദേ ബൈ. അവർ എത്ര ലിറ്റർ പെയിന്റ് വാങ്ങിയെന്ന്. അപ്പൊ കളർ നോക്കൂ. വൈറ്റ് കളറിൽ 20 ലിറ്റർ, ഗ്രീനിൽ 5 ലിറ്റർ, യെല്ലോയിൽ 5 ലിറ്റർ, വയലറ്റിൽ 1 ലിറ്റർ, ബ്ലൂവിൽ 2 ലിറ്റർ വാങ്ങിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിന്റ് ഡിഡ് ദേ ബൈ. അങ്ങനെയാണെങ്കിൽ അവർ എത്ര ലിറ്റർ പെയിന്റ് വാങ്ങിയെന്ന്. ലജുവിന്റെ വീട് പെയിന്റ് ചെയ്യണം. വാങ്ങിയ പെയിന്റ് ആകെ എത്ര പെയിന്റ് വാങ്ങിയെന്ന്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കൂ. 20 ലിറ്റർ, 5 ലിറ്റർ, 5 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കൂട്ടാ? എല്ലാം കൂടി പ്ലസ് ചെയ്യാം. അപ്പൊ എത്രയാണ്? 20 + 5 + 5 + 1 + 2 അല്ലെ. അപ്പൊ 20 + 5 എത്ര? 25, 25 + 5 30, 30 + 1 31, 31 + 2 33 അല്ലെ. 33 ലിറ്റേഴ്സ് പെയിന്റ് ആണ് അവര് വാങ്ങിയത് അല്ലെ. അപ്പൊ ദേ ബോട്ട് 33 ലിറ്റേഴ്സ് പെയിന്റ് അല്ലെ. അവര് വാങ്ങിയത് 33 ലിറ്റർ പെയിന്റ് ആണെന്ന് പറയാം അല്ലെ. മൊത്തം ഗ്യാസ് സിലിണ്ടർ ആണ് അല്ലെ. എന്താണ് ഗ്യാസ് സിലിണ്ടർ ചോദ്യം? എന്താണ്? kilograms and an empty cylinder 50 kilograms. ഒരു ഫുള്ളി ആയിട്ട് ഗ്യാസ് സിലിണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണ്? 29 കിലോഗ്രാം അല്ലേ. അപ്പൊ എം ടി സിലിണ്ടറിന്റെ വെയിറ്റ് എത്രയാണ്? ഒന്നുമില്ല. അതിൽ ഗ്യാസ് ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. വാട്ട്സ് ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിലുള്ള ലിക്വിഡിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്യാസിന്റെ വെയിറ്റ് എത്രയാണ് പറയാ? ഈ ആകെ വെയിറ്റ് ഗ്യാസ് സിലിണ്ടറിന്റെ വെയിറ്റ്, ഗ്യാസും സിലിണ്ടറും കൂടി ഒരുമിച്ചുള്ള വെയിറ്റ് എത്രയാണ്? 29. ഗ്യാസ് എന്താ തീർന്നിട്ടുള്ള എം ടി സിലിണ്ടറിന്റെ വെയിറ്റ് 15 ആണ് അല്ലെ. അപ്പം ലിക്വിഡിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 29 എന്ത് ചെയ്യാം? 29 - 15 ചെയ്യാം അല്ലെ. അപ്പൊ 29 - 15, 29 - 15 ഇസ് ഈക്വൽ ടു എത്രയാണ്? 14 അല്ലെ. അപ്പൊ ഗ്യാസ് സിലിണ്ടറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 കിലോഗ്രാം ആണ് അല്ലെ. കിലോഗ്രാം. ഓക്കെ,
അപ്പോൾ 14 കിലോഗ്രാം ആണ് എന്ത് ഈ ഗ്യാസ് സിലിണ്ടർ ഗ്യാസിന്റെ വെയിറ്റ് അല്ലേ. ഗ്യാസ് ഉള്ള സിലിണ്ടറിന്റെ വെയിറ്റ് 29 കിലോഗ്രാം ആണ്. അതായത് ഗ്യാസ് ഇല്ലാത്ത സിലിണ്ടറിന്റെ 15 കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഗ്യാസിന്റെ വെയിറ്റ് എത്രയാണ്, ആ ലിക്വിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 29 15 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 14 കിലോഗ്രാം അല്ലേ. അപ്പൊ ലിക്വിഡിന്റെ വെയിറ്റ് എത്രയാണ്, 14 കിലോഗ്രാം ആണ്. ദെൻ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ഹാഫ് ഫിൽഡ് സിലിണ്ടർ? ഇനി ഹാഫ് ഫിൽഡ് സിലിണ്ടറിന്റെ വെയിറ്റ് എത്ര ആയിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് സിലിണ്ടറിന്റെ വെയിറ്റും പിന്നെ ഈ നമ്മളിപ്പോൾ കണ്ട ലിക്വിഡിന്റെ പകുതിന്റെ വെയിറ്റ് നോക്കിയാൽ പോരെ. അപ്പൊ സിലിണ്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 15 അല്ലേ. അപ്പൊ 15 പ്ലസ് ഇനി എന്താണ് ഇതിന്റെ പകുതി എന്നല്ല പറഞ്ഞേ. അപ്പൊ 14ന്റെ പകുതി വരണം അല്ലെ. ഹാഫ് ഫിൽഡ് സിലിണ്ടർ അല്ലേ. അപ്പൊ ഫുൾ ഫിൽഡ് സിലിണ്ടർ ആണെങ്കിൽ 14 കിലോഗ്രാം ഉണ്ടാവൂല ലിക്വിഡ്. ഇത് ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 14ന്റെ പകുതി അല്ലെ, 7 അല്ലെ. അപ്പം 7 15 പ്ലസ് 7 എത്രയാണ്, 22 അല്ലെ. അപ്പൊ 22 കിലോഗ്രാം ആയിരിക്കും കേട്ടോ. ഓക്കെ 22 കിലോഗ്രാം ആയിരിക്കും എന്ത്, ഹാഫ് ഫിൽഡ് സിലിണ്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, എന്താണ് അടുത്ത ക്വസ്റ്റ്യന്. മെഷറിംഗ് ഓയിൽ ആണ് കേട്ടോ. മെഷറിംഗ് ഓയിൽ എന്താ നോക്കുക. 500 liters ഓഫ് ഓയിൽ ഈസ് നീഡഡ്. 500 ലിറ്റർ ഓഫ് ഓയിൽ ആണ് ആവശ്യം. ദർ ആർ 200 milliliter ജാർ ആൻഡ് 100 milliliter ജാറും ഉണ്ട് അല്ലെ. വാട്ട് ആർ ദി ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ മെഷർ 500 liters യൂസിങ് ദിസ് ജാർ? അപ്പോൾ ഏതൊക്കെ മെത്തേഡിൽ ഏതൊക്കെ വേസിൽ എന്താക്കുക, നിങ്ങൾക്ക് 500 ലിറ്റർ ഓയിൽ ഈ ജാറിൽ നിറയ്ക്കാൻ പറ്റുമോ, ഏതൊക്കെ മെത്തേഡിലാണ് നിങ്ങൾക്കിത് അളക്കാൻ പറ്റുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200ന്റെയും 100ന്റെയും മില്ലി ഉള്ള ജാറാണ്, അളവ് പാത്രമാണ് തന്നിരിക്കുന്നത്. എന്താണ്, 500 milliliter ആണ് എണ്ണ വേണം. 200 milliliter 100 milliliter അളവ് പാത്രങ്ങളാണുള്ളത്. ഉപയോഗിച്ച് 500 milliliter എണ്ണ എങ്ങനെയൊക്കെ അളക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താണ് 500 ലിറ്ററിനാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ആണെങ്കിൽ മലയാളം മീഡിയത്തിലാണ് 500 milliliter എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ചോദ്യം, ഒരു എന്താണ് ഒന്നുകിൽ നിങ്ങൾ എന്താ നമുക്ക് 500 ആക്കാം, പക്ഷെ വലിയ വലിയ അളവാകും. ഇപ്പം എന്താണ് ഇംഗ്ലീഷ് മീഡിയക്കാരും എന്താക്കുക, അത് മില്ലിലീറ്റർ ആക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ് 500 milliliter എന്ന്. ഇവിടെ 500 ലിറ്റർ എന്നല്ല, അത് മില്ലിലീറ്റർ ആക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ 500 milliliter ആക്കുക. ലിറ്റർ എന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾ വലിയ വലിയതായി ചെയ്യേണ്ടി വരും. ലിറ്ററിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങളിപ്പോൾ ചെറുത് നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ 500 milliliter ആക്കുക കേട്ടോ. ഇവിടെ 500 milliliter എന്നാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 500 milliliter ആക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? 200 milliliter ജാറും 100 milliliter ജാറും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കുക, 2 പ്രാവശ്യം 200 കൂട്ടുക അല്ലേ. അപ്പോൾ 200 + 200 എത്രയായി, 400 milliliter ആയി അല്ലേ. പിന്നെ ഒരു 100ഉം അല്ലേ. അപ്പോൾ 400 + 100 എത്രയായി, 500 അല്ലേ. അപ്പോൾ 500 milliliter നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ 2 times 200 milliliter 2 times 200 milliliter അതുപോലെ 200 + 200 അല്ലേ. 200 + 200 + 100 = എത്ര നമുക്ക് കിട്ടുക, 500 milliliter എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ചോദ്യം നിങ്ങൾ എന്താക്കണം, ഇവിടെ 500 milliliter ആക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ milliliter ആണ് വരേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ എന്താക്കും, നിങ്ങൾ വലിയ ഇതായി പോവും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വരുന്നതുകൊണ്ട് എന്താണ് അവിടെ ലിറ്റർ ഒരു ക്വസ്റ്റ്യൻ തന്നിടത്തുള്ള ഫാൾട്ടാണ്. അത് milliliter ആക്കുക. ഓക്കെ, milliliter ആക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ milliliter കിട്ടണമെങ്കിൽ എന്താണ് 200ന്റെ 2 പ്രാവശ്യം 100ന്റെ 1 പ്രാവശ്യം വരുമ്പോൾ എന്താക്കി നമുക്ക് എന്താക്കും, നമുക്ക് 500 കിട്ടില്ല. അപ്പോൾ 2 times 200 milliliter ആൻഡ് 1 times 100 milliliter എന്ന് എഴുതുക. ഓക്കെ, വി ഗെറ്റ് 500 milliliter ഓയിൽ. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടും അല്ലേ. 2 പ്രാവശ്യം 200 milliliter ജാറും 1 പ്രാവശ്യം 100 milliliter ജാറും കൊണ്ട് അളന്നാൽ നമുക്ക് എന്ത് കിട്ടി, 500 milliliter ഓയിൽ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൗ ടു മെഷർ, എങ്ങനെ മെഷർ ചെയ്യാന്ന്. യൂസിങ് 500 milliliter ജാർസ് ആൻഡ് 200 milliliter ജാർ, ഹൗ ക്യാൻ വി മെഷർ ഔട്ട് 100 milliliter എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം, എങ്ങനെ അളക്കുക അല്ലെ. 500 milliliter 200 milliliter അളവ് പാത്രങ്ങളാണ് ഉള്ളത്. ഇവ ഉപയോഗിച്ച് 100 milliliter അളക്കുന്നത് എങ്ങനെ. അപ്പോൾ 100 milliliter എങ്ങനെ അളക്കുക, 500 milliliter ഇതല്ലേ ഉള്ളത്. പിന്നെ 200 milliliter അളവ് പാത്രമല്ല ഉള്ളത്. അപ്പോൾ ഉപയോഗിച്ച് 100 milliliter അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ 500 milliliterലേക്ക് നമ്മൾ എന്താക്കുക, ആദ്യം 500 milliliter നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇത് വരയ്ക്കുക. ഇത് 500ന്റെ 5 വരയ്ക്കുക. നിങ്ങൾ ഇത് 500ന്റെ പാത്രം 5 വരയ്ക്കുക.
ഓക്കെ, ഇതെന്താക്കുക, ഇത് 200 വിചാരിക്കുക. ഓക്കെ, 200. ആദ്യം നമ്മളെന്താ 200 ഇവിടേക്ക് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 200 കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 200 ഇത് 200 ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ 200 ഒഴിച്ച് ഇവിടെ 200 നമ്മൾ ഒഴിച്ചു. ഓക്കെ, ഇത് 500 ആട്ടോ. ഈ പാത്രം എന്ന് പറയുന്നത് എത്രയാണ്? 500 പാത്രം ആട്ടത്. 500 ml പാത്രമല്ല ഇത് പാത്രം. ഇത് 500 ml പാത്രമാണ്. മറ്റേത് എത്രയാണ്? 200 ml പാത്രമാണ് ഇത് അല്ലേ. ആദ്യം നമ്മൾ 200 ഒഴിച്ച്. അപ്പോൾ ഇത് 200 ഭാഗം നിറഞ്ഞല്ലോ. ഇനി ഒന്നും കൂടി ഇതിൽ 200 നിറച്ചിട്ട് ഒന്നും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താക്കി ഇതിൽ ഒന്നും കൂടി 200 നിറച്ച് ഒഴിച്ച് അല്ലേ. അപ്പോൾ ഇത് എന്ത് കിട്ടി? 400 കിട്ടി അല്ലേ. 500 അല്ല ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി എന്താക്കി ഇത് 200 ഒന്നും കൂടി നിറച്ചു. ഇങ്ങോട്ട് എന്താക്കി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താക്കുക, ഇതിൽ ഓൾറെഡി എത്ര? 400 ഇല്ലേ? 400 ഉണ്ട് അല്ലേ. 400 ml ഇതിൽ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇനി 200 ഇതിൽ നിറയ്ക്കുകയാണ് അല്ലേ. ഇതിൽ നിറച്ചിട്ട് ഇതിലേക്ക് ബാക്കി എത്ര വരിക? അപ്പോൾ ഇത് 500 പാത്രമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 400 ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 100 അല്ലേ നിറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 100 നിറച്ചില്ലേ. അപ്പോൾ ബാക്കി ഇതിൽ നിറയ്ക്കുമ്പോൾ ഇതിൽ 200 അല്ലേ നമ്മൾ മറ്റേ പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ 200 അടുത്ത് ഈ 200 ഫുള്ള് നിറച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൽ 100 ഒഴിച്ച്. അപ്പോൾ അത് 500 ആയി. അപ്പോൾ ബാക്കി ഇതിൽ എത്ര ഉണ്ടാവും? ഇതിൽ 100 ആയില്ലേ അല്ലേ. അപ്പോൾ 2 ടൈംസ് പിന്നെന്താക്കാണ് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ 200 ml അളവ് നമുക്ക് കിട്ടി അല്ലേ. അതായത് അത്രയും പാല് അല്ലെങ്കിൽ അത്രയും ഇത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 100 ml ആകെ 2 ജാറാണ്. 500 ml ജാറും 200 ml ജാറുമാണ് ഉള്ളത് അല്ലേ. 500 ml ജാറും 200 ml ജാറും ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അളക്കേണ്ട എത്രയാണ്? 100 ml എങ്ങനെ മെഷർ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടൂലേ. അപ്പോൾ 500 ml ആണെങ്കിൽ ആ 500 ml ജാറിലേക്ക് എന്താക്കുക? 200 ml ജാറിന്ന് നമ്മൾ ഓരോന്ന് ഒഴിക്കുക. അപ്പോൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ 200 അതിലേക്ക് ഒഴിച്ച്, പിന്നെ അതിൽ ഫുള്ള് എടുത്തിട്ട് പിന്നെ 200 ഒഴിച്ചു. അപ്പോൾ 400 ആയി. പിന്നെ ഇതിൽ ഫുള്ള് 200 ml എടുത്തിട്ട് എന്താക്കുക? ഈ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ബാക്കി അവിടെ വരുന്ന എത്ര? 500 ആയാലും ബാക്കി ഇവിടെ ബാലൻസ് വരൂലേ. മൊത്തമാണെങ്കിൽ എന്താ 600 ആവൂലേ. അപ്പം നമുക്ക് ഫുള്ള് ഈ 500 ml ഒഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതിലേക്ക് അതിൻ്റെ പകുതി ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. 100 ഒഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി 100 എന്താണ്? ആ 200 ഇതിൽ കിടക്കുന്നില്ലേ. 200 ml ഈ 100 ml കിടക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ അളക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാത്ത് ലാബ് ആണ് കേട്ടോ. 4 weighing blocks were made for the math lab. 4 weighing blocks, അതായത് തൂക്കക്കട്ടികൾ അല്ലേ. 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി മാത്ത് ലാബിലേക്ക് ഉണ്ടാക്കി അല്ലേ. ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ 4 ഈസ് 15 kilograms. ഈ 4 തൂക്കക്കട്ടികളുടെയും ടോട്ടൽ വെയിറ്റ് പറയുന്നത് എത്രയാണ്? 15 kilogram ആണ് കേട്ടോ. വെയിറ്റ്സ് ഫ്രം 1 to 15 grams ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദിസ്. അപ്പോൾ 1 മുതൽ 15 വരെയുള്ള എന്ത് സാധനത്തിൻ്റെയും മെഷർ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. 1 kilogram മുതൽ 15 weight from 1 to 15 grams can be measured using this. ഇത് ഗ്രാം അല്ല കിലോഗ്രാം ആട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. ഒരു അച്ചടിപ്പിച്ച കഴിക്കും. ഓക്കെ, വെയിറ്റ് ഫ്രം 1 to 15 kilograms can be measured using this. അപ്പോൾ 1 മുതൽ 15 kilogram വരെയുള്ള ഏത് സാധനം ഇതിൽ നമുക്ക് തൂക്കാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ബ്ലോക്ക്? ഓരോ ബ്ലോക്കിനും എത്ര വെയിറ്റ് ആണെന്നാണ് ചോദിച്ചത്. എന്താണ്? ഗണിത ലാബിലേക്ക് 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി. 4 കട്ടികളുടെയും ആകെ ഭാരം എത്രയാണ്? 15 kilogram ആണ്. ഈ കട്ടികൾ ഉപയോഗിച്ച് 1 മുതൽ 15 kilogram വരെയുള്ള ഭാരം അളക്കാൻ പറ്റും. ഓരോ തൂക്കക്കട്ടികളുടെയും ഭാരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ നമുക്ക് 4 വെയിറ്റിംഗ് ബ്ലോക്കേ പറ്റുള്ളൂ അല്ലേ. ഈ 4 വെയിറ്റിംഗ് ബ്ലോക്കും കൂടി കൂട്ടി എന്ത് കിട്ടണം? 15 kilogram കിട്ടണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതാ എടുക്കാൻ പറ്റുക നോക്കിയാൽ നമുക്ക് നോക്കാം. 1 പിന്നെ അടുത്തത് 2 പിന്നെ 3 പിന്നെ 10. ഈ വെയിറ്റിംഗ് മെഷീനാണ് വരുന്നത്. നോക്കൂ, 1 2 3 10 ഈ വെയിറ്റിംഗ് ബ്ലോക്കാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം ഇനി നമുക്ക് നോക്കുക. എല്ലാം കൂടി കൂട്ടുക 15 kilogram അല്ലേ. ഈ 4 1 2 3 4 അല്ലേ. അപ്പോൾ നമുക്ക് 4 വെയിറ്റിംഗ് ബ്ലോക്കാണ് ഉള്ളത് അല്ലേ. വെയിറ്റിംഗ് ബ്ലോക്കാണ് നമുക്ക് ഉള്ളത്. അപ്പം ഈ 4 കൂടി കൂട്ടി നമുക്ക് 15 kilograms കിട്ടണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി ഇതെല്ലാം കൂടി കൂട്ടി നോക്ക്. 10 + 3 13 13 + 2 14. നോക്കൂ, ഈ തൂക്കക്കൊട്ടിൽ 10ഉം 3ഉം 2 ഇങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 15 ആവുമോ? അത് എന്താ 16 ആയില്ലേ. അപ്പോൾ ഇത് പറ്റൂല നമുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു ഇത് നോക്കാം. ഏതാണെന്ന് വെച്ചാൽ ഈ കണക്ക് നോക്കാം. ഏതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്? 1 പിന്നെ 2
പിന്നെ 2 ഒരു 2ൻ്റെ കൂടി ഉണ്ടാക്കി, പിന്നെ ഒരു 10ൻ്റെ കൂടി ഉണ്ടാക്കി. ഈ 4 തൂക്കുകുട്ടികളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയാൽ നോക്കിയേ 10ഉം 2ഉം 12ഉം 12ഉം 2ഉം 14 14ഉം 1ഉം 15. അപ്പോൾ 15 കിലോഗ്രാം ആയല്ലോ. അപ്പോൾ നമ്മൾ ഈ കണക്ക് ശരിയായി അല്ലേ. നമുക്ക് 15 കിലോഗ്രാം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 15നാണ് തരുന്നത് അല്ലേ. ഇനി നമുക്ക് 4 വെയിൻ ബ്ലോക്കാണ്. അപ്പോൾ 4 1 2 3 4നാണ് അല്ലേ. ഇനി നമ്മൾ കറക്റ്റ് എന്താണ് 1 മുതൽ 15 വരെയുള്ള കിലോഗ്രാമുകൾ എന്താണ്, ഇത് ഗ്രാമിലുള്ള കിലോഗ്രാം ആട്ടോ. ഓക്കെ, കിലോഗ്രാം എന്താണ് മെഷർ ചെയ്യണം എന്നാണ് ഇതിലോട്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം ആണെങ്കിൽ 1 ചെയ്യാം അല്ലേ. എവിടെ എഴുതാം, ഞാൻ വേറൊരു ഇതിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇതാ ഓക്കെ. നമ്മൾ പറഞ്ഞ ഇനി 1ഉം 2ഉം 2ഉം 10 ഈ മെഷീൻസ് ഈ വെയിൻ ബ്ലോക്കാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 1 കിലോൻ്റെ തൂക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് 1 കിലോൻ്റെ മെഷർ എന്ന് വെച്ചാൽ മതി അല്ലേ. ഇനി 2 കിലോൻ്റെ ആണ് തൂക്കണമെങ്കിൽ ആ 2 കിലോ വെയിറ്റ് എന്ന് വെച്ചാൽ മതി. ഇനി 3 കിലോനാണ് തൂക്കണമെങ്കിൽ ഏതാ വെക്കേണ്ടത്, 2 കിലോൻ്റെ ഒരു വെയിറ്റും പിന്നെ എന്താണ് 1 കിലോൻ്റെ ആ വെയിറ്റും അല്ലേ. ഇനി 4 കിലോനാണ് തൂക്കേണ്ടതെങ്കിലോ 4 കിലോനാണ് തൂക്കേണ്ടതെങ്കിൽ എന്താണ് 2 കിലോൻ്റെ വെയിറ്റും 2 കിലോൻ്റെ വെയിറ്റും വെക്കുക. അപ്പോൾ 4 ആയല്ലോ. ഇനി 5 കിലോനാണ് വെയിറ്റ് നമ്മൾ തൂക്കേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ 5 കിലോൻ്റെ ആണ് വെയിറ്റ് തൂക്കേണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ഈ 2 കിലോൻ്റെ 2 എണ്ണവും വെക്കുക 1ഉം വെക്കുക അല്ലേ. അപ്പോൾ 5 ആയല്ലോ. ഇനി നമുക്ക് എന്താണ് 6 കിലോൻ്റെ ഇതാക്കണം അല്ലേ. അപ്പോൾ 6 കിലോൻ്റെ ആണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത് നമ്മൾ ചെയ്തു. ഇതുവരെ 1 വരെയുള്ള എന്താണ് 5 വരെയുള്ള നമ്മൾ ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്താ 6 കിലോൻ്റെ തൂക്കണം അല്ലേ. അപ്പോൾ 6 കിലോൻ്റെ തൂക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ 6 കിലോൻ്റെ വെയിറ്റ് അല്ലേ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 6 കിലോ കിട്ടണം എന്നുണ്ടെങ്കിൽ 6 kg കിട്ടണം എന്നുണ്ടെങ്കിൽ 6 കിലോഗ്രാം കിട്ടണം എന്നുണ്ടാവും വിചാരിച്ചോ. ഒന്നെങ്കിൽ ഇതൊക്കെ 1 kg എന്നാക്കുക, അല്ലെങ്കിൽ ഇവിടെ 5 kg അല്ലേ. ഓക്കെ, അപ്പോൾ 6 കിലോഗ്രാമാണ് നമുക്ക് കിട്ടേണ്ടത് വിചാരിച്ചോ. അപ്പോൾ 6 ആണ് കിട്ടേണ്ടെങ്കിൽ നമ്മളതിലുണ്ട് എന്ത് 10ൻ്റെയോ 2ൻ്റെയോ 2ൻ്റെയോ 1ൻ്റെയോ അല്ല ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ 6 കിലോൻ്റെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താക്കുക 2 തുലാസല്ലേ വരുന്നത്, ഒരു ഭാഗത്ത് 1 ഒരു ഭാഗത്ത് 1 അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് എന്താക്കുക 10 കിലോ വെക്കുക, അതിൻ്റെ അപ്പുറത്ത് എന്താണ് 4 കിലോൻ്റെ വെക്കുക അല്ലേ, 2 2 വെക്കുക അല്ലേ. അപ്പോൾ 10 മറ്റേ ഭാഗത്ത് അല്ലേ വെക്കുക. 2 വെയിൻ മെഷീനാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 1 10 വെക്കുക, അപ്പുറത്തേൽ എന്താക്കുക ഒരു 4 വെക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 6 കിട്ടിയില്ലേ. അപ്പോൾ 10 എന്താക്കുക 10 മൈനസ് എന്താക്കുക 10 1 വെക്കുക, പിന്നെ 2 എന്താക്കുക ഒരു ഇതിലും വെക്കുക മറ്റേലും വെക്കുക അല്ലേ. 2 + 2 മറ്റേലും വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 6 കിട്ടിയില്ലേ. മനസ്സിലായ സംഭവം. 2 വെയിൻ മെഷീനാണ്, 2 തുലാസല്ലേ ഉള്ളത്. ഒരു ഇത് പറയുമ്പോൾ 2 തുലാസ്. അപ്പോൾ നമുക്ക് 6 കിലോഗ്രാം ആണ് കിട്ടേണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എന്താ 10 മറ്റേ പാത്രത്തിൽ 2ൻ്റെ 2 കട്ടകളും വെക്കുക. അപ്പോൾ നമുക്ക് എന്താക്കി 6 കിലോ കിട്ടി അല്ലേ. ഇനി നമുക്ക് 7 ആണ് കിട്ടേണ്ടത് വിചാരിച്ചോ. 7 കിലോ ആണ് കിട്ടേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് 7 കിലോ ആണ് കിട്ടേണ്ടെങ്കിൽ 10 1 വെക്കുക. മറ്റേൽ എന്താക്കുക മറ്റേൽ നിങ്ങൾ ഏതാ 2 + 1 ഓക്കെ. അപ്പോൾ 2 + 1 എന്താക്കുക മറ്റേലും വെക്കുക. ഓക്കെ, അപ്പം എന്തായി 10ന്ന് 3 കുറച്ച് 7 ആയില്ലേ, കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കൂ 8 ആണ് കിട്ടേണ്ടത് വിചാരിച്ചോ. 8 കിലോഗ്രാം ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ എന്താക്കുക 10 1 വെക്കുക, മറ്റേൽ എന്താക്കുക 2 വെക്കുക. ഓക്കെ, മറ്റേൽ 2 വെക്കുക കേട്ടോ, മറ്റേൽ 2 വെക്കുക. അപ്പം നമുക്ക് എന്തായി 8 കിട്ടി. ഇനി 9 ആണ് കിട്ടേണ്ടത് വിചാരിച്ചോ. 9 കിലോഗ്രാം ആണ് കിട്ടേണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക 10 കിലോഗ്രാം ഒരു തുലാസിൽ വെക്കുക, മറ്റേൽ എന്താക്കുക ഒരു കട്ടയും വെക്കുക. അപ്പോൾ നമുക്ക് എന്താക്കി 1 കിട്ടൂലേ. 1 വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി 9 കിട്ടി. ഇനി 10 ആണ് കിട്ടുമെങ്കിൽ എന്താണ് 10 ആണെങ്കിൽ 10 നേരിട്ട് വെച്ചാൽ 10 കിലോഗ്രാം നേരിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 11ൻ്റെ കിട്ടേണ്ടത് വിചാരിച്ചോ. ഓക്കെ, ഇനി നമുക്ക് 11ൻ്റെ ഇതാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ 11 ആണ് കിട്ടേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ കട്ട ഏതൊക്കെയായിരുന്നുള്ളത് 10 2 2 1 അല്ലേ ഉള്ളത്. അപ്പോൾ ഇനി 11ൻ്റെ ആണ് കിട്ടേണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക 11ൻ്റെ ആണ് കിട്ടേണ്ടത്. 11 കിലോഗ്രാം ആണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എന്താക്കുക 10ഉം പ്ലസ് ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ 11 ആയില്ലേ. 10ഉം ഈ 1 കൂടി വെച്ചാൽ 11 ആയില്ലേ. ഇനി 12 ആണ് കിട്ടേണ്ടത് വിചാരിച്ചോ. 12 ആണ് കിട്ടേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് 10ഉം പിന്നെ ഏതാ വെക്കേണ്ടത് 2 വെച്ചാൽ മതി. 2ൻ്റെ വെയിറ്റ് അല്ലേ. അപ്പോൾ 12 കിട്ടി. ഇനി 13 നിങ്ങൾക്ക് കിട്ടേണ്ടത് വിചാരിച്ചോ. 13 കിലോഗ്രാം ആണ് കിട്ടുമെങ്കിൽ 10 കിലോനും പിന്നെ എന്താ വെക്കേണ്ടത് ഒരു 2ഉം പിന്നെ ഒരു 1 കൂടി വെക്കുക. അപ്പോൾ 13 ആയല്ലോ.
ഇനി അടുത്ത എത്രയാണ് നിങ്ങൾക്ക് 14 കിട്ടേണ്ടതെന്ന് വിചാരിച്ചോ. 14 കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒരു 10ഉം പിന്നെന്താണ് 2ഉം ഒരു 2 കൂടി വെക്കുക. അപ്പോൾ 14 ഇനി അടുത്തത് നിങ്ങൾക്ക് 15 കിട്ടേണ്ടതെന്ന് വിചാരിച്ചോ. 15 കിലോഗ്രാം ആണ് കിട്ടേണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് മൊത്തം വെയിറ്റ് വെക്കണം അല്ലേ. 10ഉം 2ഉം 2ഉം 1ഉം. അപ്പോൾ 15 അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കുന്നത് നമ്മൾ വെയിറ്റ് നോക്കുന്നത് അല്ലേ. ഓക്കെ, മനസ്സിലായാലും ഇത് കിലോഗ്രാം എങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ ആ തൂക്കക്കട്ടികൾ ഏതൊക്കെയാ, 1 കിലോഗ്രാമിൻ്റെതും 2 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാമിൻ്റെയും 10 കിലോഗ്രാമിൻ്റെയും കട്ടികൾ ഉണ്ടാവുക അല്ലേ. അത് വെച്ച് നമുക്ക് എല്ലാ വെയിറ്റും തൂക്കാൻ കഴിയൂലേ. അപ്പോൾ ഇത്രയും തൂക്കക്കട്ടികൾ അല്ലേ, 1 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാമിൻ്റെയും 10 കിലോഗ്രാമിൻ്റെയും അല്ലേ. ടോട്ടൽ 15 കിലോഗ്രാം വെയിറ്റ് ആയില്ലേ അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം 1 മുതൽ 15 വരെയുള്ള എല്ലാ തൂക്കവും നമുക്ക് എന്താക്കാൻ പറ്റും, തൂക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, സിമ്പിളാണ് കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. ഈ ഇതിൻ്റെ കിട്ടുന്ന കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു കൺഫ്യൂഷനും വേണ്ട. എന്താണ് ഇപ്പുറത്ത് 2 തുലാസാണുള്ളത്, അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. തുലാസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാ ഇങ്ങനെ തൂക്കിയിട്ടുള്ള ഒരു സംഭവമല്ലേ, ഇങ്ങനെ തൂക്കിയിട്ടുള്ള അല്ലേ. സോറി, ഇങ്ങനെ തൂക്കിയിട്ടുള്ളൊരു സംഭവമല്ലേ തുലാസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നിൽ എന്താക്കുക 10 കിലോ ഇതിൽ ഈ 6 പറഞ്ഞുതരാം കേട്ടോ. 10 കിലോൻ്റെ എന്താണ് ഇതിൽ വെക്കുക, ഒന്നിൽ 10 കിലോൻ്റെ വെക്കുക. അപ്പോൾ എന്താക്കുക, നിങ്ങൾക്ക് 6 കിലോൻ്റെ സാധനമാണ് തൂക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 കിലോൻ്റെ ഇതിൽ വെക്കുക. ഇനി പഞ്ചസാരയാണ് 6 കിലോൻ്റെ വേണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ 2 കട്ടകൾ എന്താക്കുക അവിടെ വെക്കുക, ഇതിൽ വെക്കുക. എന്നിട്ട് പഞ്ചസാര തൂക്കേണ്ടത് ഇതിലാണ്, ഇതിൽ തന്നെ തൂക്കണം. ഇപ്പം ഇതിൽ ഓൾറെഡി എന്തായി 4 ആയി അല്ലേ. ഇതിൽ 10 അല്ലേ, അപ്പോൾ 10ന്നും ഇതിൽ 4 ആയി. ഇനി ബാക്കിയുള്ളത് ഇത് 10 ഈക്വലായി വരേണ്ടത് ഇതിൽ. അപ്പോൾ ഇതിലെന്താണ്, ഇത് 4 ആവുമ്പോൾ എന്താണ് ഇതിൽ ഇനി എത്രയും കൂടി കയറിയാലാണ് ഇത് ഈക്വലായി വരിക, 10 ആയി വരിക. ഇതിലൊരു 6ഉം കൂടി കയറിയാലല്ലേ 10 ആയി വരിക. അപ്പോൾ പഞ്ചസാരയാണ് നിങ്ങൾക്ക് 6 കിലോ പഞ്ചസാരയാണ് വേണമെങ്കിൽ എന്താണ് ഇതിലാണ് എന്താക്കേണ്ടത്, നിങ്ങൾ പഞ്ചസാരൻ്റെ ആ കവറിട്ട് തൂക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താകും 6 കിലോ കറക്റ്റായി കിട്ടും കേട്ടോ. മനസ്സിലായോ? അതേമാതിരി 7, 8, 9, 10 7, 8, 9 ഒക്കെ അങ്ങനെ തന്നെ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താക്കാം, അടുത്ത ഭാഗം നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. എന്താണ് എന്താ കഴിഞ്ഞു അല്ലേ. അപ്പം ഇത് ഈ ചാപ്റ്റർ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് നന്നായി മനസ്സിലാക്കി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.